കൊച്ചിയുടെ വൈജ്ഞാനിക വളർച്ചയിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനയെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മളുടെ സംഘടിപ്പിച്ചത്. ഒരു ചർച്ച സംഘടിപ്പിക്കാൻ ഞങ്ങൾ പ്രേരിപ്പിച്ചത് നമ്മുടെ മഹാരാജാസ് കോളേജിൽ ഗവേഷണം രണ്ട് വിദ്യാർത്ഥികൾ ശ്രീനിവാസനും ഡാനിയും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലൈബ്രറി സന്ദർശിക്കുന്നു. അവർ നടത്തുന്ന ഗവേഷണത്തിന് പൂർണ്ണമായ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അവർക്ക് ഒട്ടനവധി കാര്യങ്ങൾ ശേഖരിക്കേണ്ടതുള്ളതിന് ഇവിടെയുള്ള ഗ്രന്ഥശേഖരങ്ങളിൽ നിന്നുകൂടാതെ തന്നെ ആ മൊഴിയിൽ ലഭിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം സുഹൃത്തുക്കളെയും പറഞ്ഞു. അതിന് ഒരു അവസരം ഉണ്ടാക്കുക എന്നത് ഗ്രന്ഥശാലാ പ്രവർത്തകരുടെ ഞങ്ങളിൽ അർപ്പിതമായതുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കൊച്ചി അത്തായ കൊച്ചി നിരവധി സംസ്കാരങ്ങളും വളരെയേറെ മഹത്വം ഉണ്ട് എന്നുള്ളത് സംബന്ധമായി ഉള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാനുണ്ട്, പങ്കുവെക്കണം. അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഭാഗവാക്കുകളാകാൻ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ അബ്ദുൽ കലാം പള്ളുത്തി, മുഹമ്മദ് സലീം, മാധ്യമ പ്രവർത്തകൻ സലീം, കൂടാതെ നമ്മുടെ എഴുത്തുകാരും സാമൂഹിക രംഗത്താറുമായ നസീം, ഖാദർ, സ്മിത, ഇവരുടെ സാന്നിധ്യമൊക്കെ നമ്മളൊരു ചർച്ച ഇതിന് ഉപോത്ബലകമായി ചില കാര്യങ്ങൾ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് കുറച്ച് അനുഭവങ്ങളുണ്ട്. അത് ഞാനിവിടെ 3 വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് സാന്ദർഭികമായി ഇവിടെ അവതരിപ്പിക്കാമെന്ന് കരുതുകയാണ്. ഈ പരിപാടിക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഇബ്രാഹിം കുട്ടി സ്വാഗതം ആശംസിച്ചു. അതിനായി അദ്ദേഹത്തെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കൊച്ചിയുടെ വൈജ്ഞാനിക വളർച്ചയിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കാനാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന പാരൻസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായ ചരിത്ര വിദ്യാർത്ഥികൾ അബി, ഹൈദറും ശ്രീ ഡാനിയലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ചർച്ചയ്ക്ക് ഇവിടെ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരായ KJ ആന്റണി, MM സലീം, അബ്ദുള്ള മട്ടാഞ്ചേരി, അബ്ദുൽ കലാം, മുഹമ്മദ് സഹീറാണ്. ഇതിൻ്റെ
അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ലൈബ്രറിയുടെ പ്രസിഡന്റ് NK ഷെരീഫ് അവர்களാണ്. അദ്ദേഹത്തെ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള മുൻ കൗൺസിലറും പ്രതിപക്ഷ നേതാവുമായിരുന്ന KJ ആൻഡിയെ വിനയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. മറ്റ് ഇവിടെ എത്തിയ MM സലീം, അബ്ദുല്ല മട്ടാഞ്ചേരി, അബ്ദുൽ കലാം, മുഹമ്മദ് സയ്യിദ്, ആ 4 പേർക്കും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയും ഇവിടെ എഴുത്തുകാരിയായ നസീമയും നമ്മുടെ മുഖ്യാതിഥികളായി ഇവിടെ പ്രഭാഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന അഭിദയറും ഡാനിയലിനെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയും ക്ലബ് സെക്രട്ടറി, വായനശാലയുടെ സെക്രട്ടറി വസീർ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ആദ്യം പറയാം. അതുകൂടാതെ ക്ലബിലെ ഭാരവാഹികൾ, മറ്റു പ്രവർത്തകർ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഹോദരി സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ പരിപാടികൾ, ചർച്ചകൾ, പ്രബന്ധങ്ങൾ മനുഷ്യനെ ഉപകാരപ്രദമായ സാംസ്കാരിക നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിപാടികളുമായി ബന്ധപ്പെട്ട് അറിയിക്കുമ്പോൾ തീർച്ചയായും സമയം കണ്ടെത്തി കേൾക്കുന്നതിന് വേണ്ടിയുള്ള ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ നടത്തുന്ന ഈ ചർച്ച. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം വളരെ കാര്യപ്രാപ്തിയുള്ളതും കാലഘട്ടത്തിൻ്റെ ആവശ്യകതയുമാണ് ഈ ചർച്ച. കാരണം ചരിത്രം ആരെക്കൊണ്ടും വായിപ്പിക്കുന്നുമില്ല, ആരെക്കൊണ്ടും പറയിപ്പിക്കുന്നുമില്ല. യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നില്ല. ചരിത്രങ്ങൾ തന്നെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിലും മുമ്പൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലെ അധികേറ്റമാണ് ആ രംഗത്ത്. എന്നിട്ട് ചരിത്രം തന്നെ മനസ്സിലാക്കാൻ അവസരം കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രയാസമായ ഒരു കാലഘട്ടം. അതിനാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ, ഈ വിഷയം അതുകൊണ്ടാണ് കാലിക പ്രസക്തി ഉണ്ട് എന്ന് ഞാനതിന് പ്രാപ്തനല്ല. ശരിക്കും ചരിത്രത്തിനോടും കൊച്ചിയോടും മട്ടാഞ്ചേരിയുടെയും അതുമായി ബന്ധപ്പെട്ട ഒക്കെ ആയി വരുമ്പോഴുണ്ടാകുന്ന, അതറിയാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു താല്പര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നവരാണ് അപ്പുറത്തിരിക്കുന്നവരൊന്നും കൂടി കാണും. എന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കൊരു ധാരണയുണ്ട്, ഈ പ്രസംഗിക്കുന്ന ആൾ മാത്രമുള്ള പരിചയമൊക്കെയാണ്. ബാക്കി കേട്ടിരിക്കുന്നവരൊക്കെ കൈയടിക്കാരായതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും കേട്ടോളൂ എന്നുള്ള ധാരണയിലുള്ള ഒരു കൂട്ടത്തിൽപ്പെട്ട എന്ത് വന്നാണെന്ന നിലയിൽ അതാണ് എനിക്ക് കാര്യം. കേൾക്കുന്നവരിൽ നമ്മളെക്കാൾ, പറയുന്ന നേതാവിനേക്കാൾ വിവരമുള്ളവരും അറിവുള്ളവരും ഉണ്ട് എന്നുള്ള ഒരു ബോധം വേണം നമ്മൾ ഇതിനെ ഫേസ് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്നേക്കാൾ ഈ കാര്യത്തിൽ കഴിവുള്ളവരാണ്. അവരോടാണ് ഞാനിത് ഇവിടെ വന്നപ്പോൾ എന്നോട്
ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചോളാം എന്നാണ് പറഞ്ഞത്. ഉദ്ഘാടനവും സംസാരമൊന്നും അതൊന്നും നമ്മുടെ ഈ ചർച്ചയിൽ വലിയ കാര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് സമയം തന്നിട്ടുണ്ട്. 5-6 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കണമല്ലോ. അതുകൊണ്ട് വളരെ ആ സമയത്ത് തന്നെ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇപ്പോൾ ആമുഖത്തിൽ തന്നെ ഇച്ചിരി സമയം കിടക്കുന്നു. കൊച്ചിയുടെ പശ്ചാത്തലമാണ് പറയേണ്ടത്. പറയുമ്പോൾ കേരളമാകുമ്പോൾ ഇന്ത്യയാവും. അല്ലാതെ നമുക്ക് കൊച്ചി മാത്രം എടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ എവിടെ പോയാലും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഒരു കാര്യം എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്ര വിവരങ്ങളും അറിവുകളും എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരു രാജ്യത്തിനും ഒരു പ്രദേശത്തിന് കിട്ടാത്ത ഒരു അനുഗ്രഹമാണ് മട്ടാഞ്ചേരിക്ക് കിട്ടിയിരിക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരാത്ത ആരുമില്ല, അല്ലേ? ഇവിടെ വരാത്ത ആരുമില്ല. ചരിത്രാദി കാലഘട്ടം മുതൽ ഇവിടെ വന്നു പോയതാണ്. പ്രാചീന കാലം മുതൽ ചരിത്രം പഠിക്കുന്ന ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്. പ്രാചീന കാലം മുതൽ അതിൻ്റെ വാക്കതാണ്. കൊച്ചിയിൽ വരാത്ത അവരുടെ സംഭാവനകൾ പലതരത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഗുണമുണ്ട്, ചെറിയ ചെറിയ ദോഷങ്ങളും ഉണ്ടാകാം. ഗുണമുണ്ടെങ്കിൽ ദോഷം ഉണ്ടാവും, ദോഷമുണ്ടെങ്കിൽ ഗുണവും ഉണ്ടാവും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് കാരണം എന്താ? അതിന് കാരണം അത് പറയാൻ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ ഫലപുഷ്ടമായ പ്രദേശം, നമ്മുടെ നദികൾ, പുഴകൾ, അതുപോലെ കടലോരം കായലുകൾ, നമ്മുടെ വെള്ളമുണ്ടെങ്കിലേ ഈ ചരിത്രവും പുരോഗതിയൊക്കെ ഉണ്ടാകാൻ കഴിയും. പെരിയാറ് 265 കിലോമീറ്റർ മയിലാട് കുന്നിൽ നിന്ന് ഒഴുകി വന്ന് ചേരുന്നത് എവിടെയാണ്? ഇത് ഈ രാജ്യം മുഴുവൻ ഒഴുകിയിട്ട് ചേരുന്നത് കൊച്ചിയിലാണ്, കൊച്ചി കായലിലാണ്. അപ്പോൾ വെള്ളം അതായിക്കോട്ടെ. അപ്പോൾ ഞാൻ പച്ചത്തമ്പുള്ളിൽ വളരെ പ്രത്യേകിച്ച് ഒരു ചടങ്ങ് പറഞ്ഞതിന് ശേഷം ഇവരൊക്കെ സംസാരിക്കുക എന്നുള്ളതുകൊണ്ട് വളരെ കൊച്ചിയിലാണ് ആദ്യത്തെ മാപ്പിള സ്കൂൾ സോറി നിർബന്ധ വിദ്യാഭ്യാസം. ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ല സാക്ഷരത നേടുമ്പോൾ കൊച്ചിയായിരുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പള്ളിക്കൂടം സ്ഥാപിച്ചത് മട്ടാഞ്ചേരി സ്ഥാപിച്ച ബെഞ്ചമിൻ ബെയ്ജിങ് എന്ന് പറയുന്ന ആളാണ്. അത് ഭാര്യയാണ്. അയാൾക്കൊപ്പം നിന്നത് ഹാജി മൂസ, ഹമീദ് സഹോദരന്മാരാണ് കൊച്ചിയിൽ വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ. വെള്ളം ടാങ്കിൽ കൊണ്ടുവന്നത് അവരാണ്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നന്മ ചേർന്നത് അവരാണ്. നമ്മുടെ വസ്ത്രധാരണ, വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യം, സ്ത്രീധനത്വം, തുല്യനീതി എല്ലാം ന്യൂനപക്ഷങ്ങളാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾ, കുഞ്ഞാലി മരക്കാർ വരെ. കുഞ്ഞാലി മരക്കാർ ഒരാളല്ല, അത് കൂട്ടമാണ്, അല്ലേ? നിരവധി ഒരാളുടെ കുഞ്ഞാലി മരക്കാർക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവർ സുൽത്താൻ ഭരണകൂടം നമുക്ക് കൊച്ചിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. തുർക്കി, അറബി, പെർഷ്യൻ എല്ലാവരും നമുക്ക് വലിയ സംഭാവന ചേർക്കുന്നു. മാർക്കോപോളോ, ഇബ്നത്തുള്ള, ഫാവിയ, ഇബ്സീൻ, ടോളമി, സുലൈമാൻ തുടങ്ങിയവരൊക്കെ നമുക്ക് കൊച്ചിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാം. ഒരു ചരിത്രം പഠിക്കുന്ന കുട്ടികളായിട്ട് അതൊക്കെ എന്നേക്കാൾ കൂടുതൽ അറിയാം. ഒരു കാലഘട്ടത്തിൽ കേരള സംസ്ഥാനം രൂപപ്പെടുന്നതിന് മുമ്പ് 1980 വരെ 880 വരെ 86 മുസ്ലിം സ്ത്രീകൾ, 66 ക്രിസ്ത്യൻ സ്ത്രീകൾ, 42 നായർ സ്ത്രീകൾ, 150 താഴെ തിരുവിതാംകൂർ സ്ത്രീകൾ. അത് മാത്രമേ ഇംഗ്ലീഷ് അറിയാൻ പറ്റൂ സ്ത്രീകൾ. ഞാൻ പറയാൻ കാര്യം, എന്നാൽ കൊച്ചിയിൽ, ഫോർട്ട് കൊച്ചിയിൽ, മട്ടാഞ്ചേരിയിൽ അന്ന് 125 സ്ത്രീകൾക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അത് ഫ്രാൻസ്, അതിൻ്റെ അവർ ഫാദർ ചാൾസ് മീഡിൻ്റെ ഒക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. നമ്മുടെ സ്വന്തം നാടെന്ന നിലയിൽ നൽകിയത് ജർമ്മൻ പിള്ളേർക്കാണ്. അച്ചടി വന്നതാണ്. ഒന്നും കൂടി ഞാൻ പറഞ്ഞേക്കാം, ചികിത്സ രംഗത്ത് ഏറ്റവും വലിയ സംഭാവന ചെയ്തത് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചി ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ അന്നുണ്ടായിരുന്ന സ്ഥലമാണ്. ജാതി മതത്തിൽ തമ്പുരാനും അടിയാനും ഒരുമിച്ച് ചികിത്സ കിട്ടുന്ന അതാണ്. ഇവിടുത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫോർട്ടിസ് മലബാറിക്കസ് 1673, 66, 77,
6000 പേജുള്ള 12 വാല്യമുള്ള 796 ചിത്രങ്ങളുള്ള നഗരലിപി അറബി ഭാഷയിൽ, അതാണ് ന്യൂനപക്ഷം ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അറബി ഭാഷയിൽ കൂടി നമുക്ക് നൽകിയിട്ടുണ്ട് എന്നത്. അതിൻ്റെയാണ് രംഗഭട്ടൻ, വിനായക പണ്ഡിതൻ, അപ്പുപോട്ടൻ, ആ ചെറായിൽ അവരുടെ 3 വർഷം ഫോട്ടോസ് ഉണ്ട്. ഓടത്ത എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം എന്നാണ് ഡച്ച് ഭാഷയിൽ പറയുന്നത്. തീർച്ചയായും രണ്ടാമത് പറയാം, അച്ചടി ആരംഭിച്ചത് കൊച്ചുകോട്ടയിൽ നിന്നാണ്. ആദ്യത്തിൽ അച്ചടി ആരംഭിച്ചത് നമ്മുടെ മട്ടാഞ്ചേരി കോട്ടയിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ പത്രം ഇറങ്ങിയത് 1847 ആദ്യത്തെ പത്രം ഇറങ്ങിയത് നെട്ടൂരിൽ നിന്നും എന്നാണ് കാണാൻ കഴിയും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ പ്രാധാന്യമേറിയ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ, അതായത് ഞാനൊരു ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ അറിവ് പകരുന്നതിന് വേണ്ടി പഠിക്കാനാണല്ലോ പറയണത്. ഖുർആൻ പഠിക്കാനാ പറയണല്ലോ. തുല്യനീതി, സമത്വം, നീ പഠിക്കുക എന്ന് പറയുന്ന ഒരു മതഗ്രന്ഥം ഖുർആനാണ്. അത് ന്യൂനപക്ഷം വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന്റെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ മിഷണറിമാരും ന്യൂനപക്ഷങ്ങളും കേരളത്തിലും ഒക്കെ ചെയ്ത ഒരു പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ഈ വിഷയം വളരെ നല്ലതാണ്, സങ്കീർണമാണ്. താങ്കളുടെ പുസ്തകവും അതിനോട് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ നമുക്കുള്ള വെള്ളം ഷോർട്ടായി. ഇവിടെ റോമൻ സാമ്രാജ്യത്തിൽ കത്തിരിയാൻ കാരണം വെള്ളത്തിൻ്റെ ഷോർട്ടാണ്. മനസ്സിലായി? വെള്ളം ഇല്ലാതായപ്പോഴാണ്. നീറോ വീണൊന്നും വായിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. നീറോ ദുഷ്ടരായ ചക്രവർത്തിയായിരുന്നു. നീറോ ചക്രവർത്തി വീണ വായിച്ചിട്ടില്ല, പക്ഷെ പരമ ദുഷ്ടരായിരുന്നു. ഇവിടെയും വെള്ളം ഷോർട്ടായിരുന്നു. അപ്പോൾ പെരിയാറിൽ നിന്ന് കെട്ടുവെള്ളത്തിൽ കൊണ്ടുവന്ന് വെള്ളം കൊടുത്ത ചരിത്രത്തിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കാൻ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടീഷ് പോലീസ് അല്ലെങ്കിൽ നാടൻ മതന്യൂനപക്ഷങ്ങൾ മതത്തിൻ്റെ പണ്ഡിതന്മാർ ആ കുട്ടിയെ അന്വേഷിച്ച് ചെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ക്ലാസ്സിലിരുത്തി ഭക്ഷണം കൊടുക്കുമായിരുന്നു. പൊതിച്ചോറല്ല, അവർ വീട്ടിൽ നിന്നുണ്ടാക്കി വാരി കൊടുക്കുമായിരുന്നു. അത്ര പ്രശസ്തമായ ഒരു അധിനിവേശ പ്രദേശത്തിൻ്റെ സംസ്കാരമാണ് നമുക്കുള്ളത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിൽ നിന്ന് ചിലപ്പോൾ പോയിട്ടുണ്ടാകാം, അത് ക്ഷമിക്കണം. ഞാൻ വിഷയത്തിൽ നിന്ന് ചിലപ്പോൾ പോയിട്ടുണ്ടാവാം, ഇവരതെല്ലാം പറയും എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഞാൻ അഭിമാനിക്കുന്നു നമ്മുടെ നാടിനെ, മട്ടാഞ്ചേരിയെ, കൊച്ചിയെ, അതിൻ്റെ മതന്യൂനപക്ഷങ്ങൾ നൽകിയ പള്ളികൾ, ഇവിടുത്തെ ചെറുകിട പള്ളികളും ഓരോ പള്ളികളും അതിൻ്റെ സ്പെസിഫിക്കൊക്കെ ചരിത്രപരമായ ആലയങ്ങളും ചരിത്രവും ഒക്കെയാണ് എന്നുള്ളത് കൊണ്ട് ഈ ചർച്ച പ്രബലഗംഭീരമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പറഞ്ഞ സമയത്തിനകത്ത് തന്നെ ഒതുക്കി ഈ ചടങ്ങ് നിർവഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോയിരുന്നെങ്കിലും കുറവുകളുണ്ടെങ്കിലും ചൂണ്ടിക്കാട്ടി നിർത്താം. വിഷയത്തിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം, കുറച്ച് നിങ്ങളുടെ വിഷയവും ഈ വിഷയവും മാറിയിട്ടുണ്ടാകും. പക്ഷേ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഏറ്റവും വലുത് വിദ്യാഭ്യാസമാണല്ലോ, അത് കഴിഞ്ഞാൽ ആരോഗ്യമാണ്. ഈ 2 രംഗത്തും ന്യൂനപക്ഷങ്ങൾ വലിയ പങ്ക് വഹിച്ച ആണ് പറയാതിരിക്കാൻ കഴിയില്ല, അത് തള്ളിക്കളയാൻ കഴിയില്ല. ഒറ്റ ദിവസം കൊണ്ട് കയറി വന്നിട്ട് ഇന്നത്തെ മാറി വരുന്ന ഗവൺമെന്റുകളൊക്കെ ഞങ്ങളാണ് ഈ കേമത്തരം എന്നൊക്കെ പറയണതിന് തെറ്റില്ല. പക്ഷേ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ടോ വന്നു ചേർന്നതല്ല. നിരവധി നാളുകളുടെ ഇരുട്ടിലും വെളിച്ചത്തിലും ഇരുട്ടിലും സഞ്ചരിച്ചാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ചടങ്ങാണ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കൊച്ചിയുടെ മഹത്വത്തെക്കുറിച്ചും വൈജ്ഞാനിക വളർച്ചയിൽ കൊച്ചിക്കാർ നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉദ്ഘാടകത്തിലൂടെ സൂചിപ്പിച്ചു. എന്തായാലും അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ ഈ വിഷയത്തിൻ്റെ മഹത്വത്തെ അദ്ദേഹം വളരെ ആഴത്തിൽ തന്നെ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ നൽകി. നമ്മുടെ മദ്രാസ് കോളേജിൽ നിന്നെത്തിയിട്ടുള്ള ഗവേഷണ വിദ്യാർത്ഥികൾ ശ്രീ ഡാനിയൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാനായി അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു.
നമസ്കാരം, ഏവർക്കും സായാഹ്ന വന്ദനം. കഴിഞ്ഞ ഡിസംബർ 19-ാം തീയതിയാണ് ഞാനും എൻ്റെ സുഹൃത്തും മിസ്റ്റർ ശ്രീനിവാസൻ ഞങ്ങൾ മഹാരാജ് കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ ഈ കൊച്ചി ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ സ്റ്റഡി നടത്തുന്നത്. അപ്പം അതിനായി പ്രിയപ്പെട്ട ഷെരീഫ് സാഹിബിൻ്റെ അടുത്ത് വന്നു, സംസാരിച്ചു. അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞു നമുക്ക് ഈ കാര്യം പ്രൊസീഡ് ചെയ്യാം, നമുക്കത് ചെയ്യാം. വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കണ്ടപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് ഇറങ്ങിയപ്പോൾ അപ്പം മുതൽ ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ടായി. കാരണം ഞങ്ങളുടെ ഇങ്ങനെ ഒരു ആവശ്യം റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം ചെയ്യാം, മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് വളരെ ഒരു പോസിറ്റീവ് റിപ്ലൈ ആയിരുന്നു. അപ്പം പ്രിയ സാഹിബിനും പിന്നെ ഉദ്ഘാടനം ചെയ്ത ആന്റണി സാർ, പിന്നെ സഹീർ സാർ, ഞങ്ങൾ 2013 മുതൽ പരിചയമുള്ള ആളാണ്. അപ്പം ഇങ്ങനെ പലരുമായിട്ട് ഇങ്ങനെ ബാക്കി എല്ലാവരും ചിലരൊക്കെ പരിചയപ്പെട്ടു. എല്ലാവർക്കും സ്നേഹവന്ദനം. ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്നതാണ് അദീബ് ഹൈദർ. അദ്ദേഹം ഗവേഷണ വിദ്യാർത്ഥിയാണ് പൊളിറ്റിക്കൽ സയൻസിൽ. അദ്ദേഹം SN യൂണിവേഴ്സിറ്റിയിൽ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്ററും കൂടിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അപ്പം ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കൊച്ചിയിലെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ സാമൂഹിക സാംസ്കാരിക സമന്വയത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക്, ഇതാണ് ഞങ്ങളുടെ മെയിൻ ടോപ്പിക്. അപ്പം ഞങ്ങൾ വന്ന് സാറോട് സംസാരിച്ചപ്പോൾ ഇതിന് ആപ്റ്റായിട്ടുള്ള ഒരു ടോപ്പിക് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹം തന്നെയാണ് ഇത് എല്ലാം സെറ്റ് ചെയ്തത്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ നിങ്ങളിൽ നിന്ന് കേൾക്കാനാണ്. സാധാരണ ഒരു സെമിനാർ ഇങ്ങനൊരു ചർച്ചകൾ പറയുമ്പോൾ ക്ഷണിക്കപ്പെട്ട മുഖ്യാതിഥി ഇല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ആൾക്കാർ വന്ന് പ്രസന്റ് ചെയ്യാന്നാണ് നോർമലി. ഇത് ഇവിടെ നിന്ന് പറയുമ്പോൾ എല്ലാവരും സംസാരിക്കുക, അതായത് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയണം. എല്ലാവർക്കും തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾക്കറിയാവുന്ന ഈ ടോപ്പിക്കിനെ പറ്റി, ഈ ടോപ്പിക്കിനോട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. പ്രിയ ആനിൽ സാർ പറഞ്ഞു പല കാര്യങ്ങൾ കടന്നുപോയിട്ടുണ്ടാകാം, ഇതിൽ പല കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ പറയുന്ന ഓരോ കാര്യത്തിന് പോലും ഞങ്ങളുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു ലിങ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അറിയാവുന്ന പ്രിയപ്പെട്ടവർ എന്നെക്കാളും സീനിയർ ആയിട്ടുള്ളതും ഒത്തിരി ജ്ഞാനമുള്ള, അതും മട്ടാഞ്ചേരി ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ചെറിയ മൈന്യൂട്ട് ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും അതൊന്ന് ചർച്ച ചെയ്യുവാണെങ്കിൽ, ഞങ്ങളുടെ ബേസ് വരുന്നത് ഓറൽ ഹിസ്റ്ററിയാണ്. വാമൊഴി ചരിത്രം നമ്മൾ പറയുക, കേൾക്കുക, അതിനെ സംവദിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇത് നിർത്തുന്നു. തുടർന്ന് താങ്ക് യു. ആർജിക്കാൻ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനുള്ള അവസരമാണ്. ചെറിയ സമയമെടുത്തുകൊണ്ട് വരുന്നതായി ആ വിവരങ്ങൾ ഇവിടെ നൽകുന്നു. തീർച്ചയായും ഏറെ പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. പത്രപ്രവർത്തന രംഗത്തും എഴുത്തിൽ മേഖലയിലുമൊക്കെ ഏറെ പ്രശസ്തമായ സലീം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ചർച്ച ആരംഭിക്കാൻ സലീമിനെ സ്നേഹപൂർവ്വം പത്രപ്രവർത്തന രംഗത്തും ഏറെ പ്രശസ്തനായ അബ്ദുല്ല മട്ടാഞ്ചേരി ഈ പരിപാടിയിൽ എത്തിയതിൽ ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ എല്ലാത്തോടെ ബഹുമാനപ്പെട്ട യോഗ
എം സലീമിൻ്റെ സമയം കടമെടുക്കുന്നതല്ല സംസാരിക്കേണ്ടത് സലീമാണ്. കുറേ കാര്യങ്ങളിപ്പോൾ ദയവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സലീം തന്നെയാണ്. ഞാൻ ചെറിയൊരു എനിക്കറിയാവുന്നൊരു കാര്യം പറഞ്ഞു. നമ്മൾ ഇന്നിപ്പോൾ കൊച്ചി ഒരു ആഘോഷത്തിന് മുമ്പിലാണ്. ഏറെക്കുറെ ലോകം മൊത്തം ഒഴുകി കൊണ്ട് വന്നിരിക്കുന്നു. കൊച്ചിയിലേക്കാണ് വരുന്നത്. ലോകം ഇന്ത്യയിലുള്ള മിക്കവാറും സംസ്ഥാനങ്ങളിലെ ആളുകളോട് കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കാർണിവൽ കാണാൻ അല്ലെങ്കിൽ അതുപോലെ ബിനാലെ കാണാൻ ഇതൊക്കെയാണ് നമ്മൾ പുറമെ പറയുന്നതെങ്കിൽ കൂടി ഈ ഭൂമിക്ക് പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്നത് കൊച്ചിയിലാണ്. ഇവിടെ പോർട്ടുഗീസുകാർ കപ്പലിറങ്ങിയതിന് ശേഷമാണ് സാംസ്കാരിക വൈവിധ്യങ്ങളും സാമ്രാജ്യത്വ അധിനിവേശവും ഈ കൊളോണിയൽ സംവിധാനവും ആരംഭിക്കുന്നു. മുഗളന്മാർ ഭരിക്കുമ്പോൾ മുഗൾ സാമ്രാജ്യം ഉണ്ടായിരുന്നു, ഇന്ത്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ തുടക്കം ഈ പോർട്ടുഗീസ് കപ്പൽ നമ്മുടെ ഇവിടെ വന്നിരുന്നതാണ്. അവരോടൊപ്പം നമുക്ക് അജ്ഞാതമായിരുന്ന, നമ്മുടെ നാട്ടിൽ അജ്ഞാതമായിരുന്ന കുറേ രുചിഭേദങ്ങൾ നമ്മുടെ ഇവിടെ കപ്പലിറങ്ങുക, അവരുടേതായിട്ട് കല, സാംസ്കാരിക സമ്പത്ത് ഇവിടെ കപ്പലിറങ്ങുക, ഭാഷ കപ്പലിറങ്ങുക, അവരുടെ ആയോധന കലകൾ, ഇതെല്ലാം കൂടെ വന്ന് ഇറങ്ങിയത്. ഇതിനുശേഷം ഡച്ചുകാർ വന്നു, ഈ ബ്രിട്ടീഷുകാർ വന്നു. നാട്ടുകാരുടേതായ ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു. ഈ ചെറുത്തുനിൽപ്പും കൂടിച്ചേരലും കയ്യേറ്റങ്ങളും ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ രൂപപ്പെട്ടാണ് സംസ്കാരങ്ങളുണ്ടായത്, ഭാഷകളുണ്ടായത്, വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുണ്ടായത്, രുചി വൈവിധ്യങ്ങളുണ്ടായത്. ഇന്ന് നാം എത്തിപ്പെട്ട് നിൽക്കുന്ന, നമ്മൾ ഇന്ന് അഭിമാനിക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ രൂപപ്പെട്ടതെല്ലാം ഈ കൊടുക്കൽ വാങ്ങുകളിലൂടെയാണ്. നമ്മളെല്ലാം തുടങ്ങിയത് ഇവിടെ ഒരിക്കലും ഒരു തനത് സംസ്കാരം ലോകത്ത് ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഞാൻ കടം കൊണ്ടത് തന്നെയാണ് കൂടിച്ചേർന്ന് 1970 സ്പെയിൻ ആക്രമിക്കപ്പെട്ടപ്പോഴാണ് ജൂതന്മാർ അവിടെ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ നാട്ടിലേക്ക്. അതിന് മുമ്പ് ഇവിടെ വന്ന് ബുദ്ധമതക്കാരെ, ബുദ്ധമതം ജൈനമതമാണ് ഇവിടെ. അതിനുശേഷം വന്നത് രണ്ടാമത് വരുന്നത് ഒരു ജൂതമതമായി. അതിനുശേഷം ക്രൈസ്തവരും മുസ്ലിങ്ങളും വരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ സിന്ധ് പ്രവിശ്യയിൽ നിന്നുള്ള ലോഹാന സമുദായക്കാർ മതം മാറി കച്ചി മേമൻ ആയിട്ട് അവിടെ ഇങ്ങോട്ട്. അങ്ങനെ ഈ കൊച്ചി നമ്മുടെ ഈ നാട്ടിലേക്ക് വൈവിധ്യവൽക്കരണം, സമൂഹത്തിൻ്റെ പല തരത്തിലുള്ള സംസ്കാരവുമായി രുചികളുമായിട്ട് ആളുകൾ വരുന്നു. ഇതൊക്കെ ഇവിടെ മിങ്കിൾ ചെയ്തു ഇതിനൊരു സാംസ്കാരിക ഭൂമിക എന്നൊരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട്, ലോകത്തിന് മുന്നിലുണ്ട്. ആ അടയാളപ്പെടുത്തൽ തന്നെയാണ് കൊച്ചി. അതുകൊണ്ടാണ് ഇവിടെ എന്ത് നടന്നാലും ആളുകൾ ഓടി വരുന്നത്, കൊച്ചിയുടെ ശബ്ദം ശ്രമിക്കുന്നത്. നമ്മൾ ഏറ്റവും മൈനൂരായിട്ടുള്ള വിഭാഗം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ സാരസ്വത് അബ്രാഹ്മണരാണ് എന്നാണ് എൻ്റെ അറിവ്. അവർ പോലും ഈ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വളരെ വിലപ്പെട്ട പിന്നെ സംഭവം നടത്തിയിട്ടുള്ളവരാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇപ്പോൾ നമ്മൾ 30 ജനവിഭാഗങ്ങൾ ചെയ്യുന്നു. ഏറെക്കുറെ 16 തരം ഭാഷകൾ ഈ സമൂഹം സംസാരിക്കുക. ഒരു 4.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 30 സമൂഹം ജീവിക്കുന്നത്. എനിക്ക് ഇതുപോലൊരു വൈവിധ്യം ലോകത്തെവിടെയാണുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സമ്പന്നമായൊരു നാടാണ് നമ്മുടേത്. അവിടെ ജനിക്കാനും ജീവിക്കാനും കഴിയുന്നത് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഈ പുതിയത് കാണുമ്പോൾ പഴയ ആളുകൾക്ക് പറയും അത് വളരെ മോശമാണ്, നമ്മുടെ സംസ്കാരത്തിന് എതിരാണ്, അത് ചെയ്യാൻ പറയും.
അങ്ങനെയല്ല, എല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് തന്നെയാണ് ചരിത്രം പറയുന്നത്. അത് തന്നെയാണ് നമുക്ക്. പിന്നെ ഞാൻ ഈ വിഷയത്തിൽ നമ്മൾ ഈ ഇങ്ങനൊറ്റങ്ങളുടെ സംഭാവനയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊറ്റങ്ങളുടെ സംഭാവന ആരാണ് സംഭാവന ചെയ്യാത്തത്? വിനുക്തമാണെങ്കിൽ തന്നെ ഭൂരിപക്ഷം ആയിക്കോട്ടെ, കൊച്ചിയിൽ സംഭാവന അർപ്പിക്കാത്ത ഏത് വിഭാഗമുണ്ട്? എല്ലാ വിഭാഗവും സംഭാവന ഉണ്ട്. എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെയാണ് കൊച്ചി പോകുന്നത്. ചൂഷണം നടന്നിട്ടുണ്ട്, അതിശക്തമായ ചൂഷണങ്ങൾ നടന്നിട്ടുണ്ട്. അത് മസിൽ പവറുള്ളവരില്ലാത്തവരെ ഇന്നും ആ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ചരിത്രം ഉണ്ടായ കാലം മുതലുള്ള ഒരു പ്രക്രിയയാണ്. അത് ഇന്നും തുടരുന്നു. സംഭാവന എല്ലാ വിഭാഗങ്ങളും നമുക്കിവിടെ തന്നിട്ടുണ്ട്. പിന്നെ സമയം പരിമിതമായതുകൊണ്ട് ഇവിടെ കൊച്ചിയുടെ വാണിജ്യപരമായിട്ടുള്ള ഒരു സംസ്കാരം, ഈ വാണിജ്യ സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ഇവരുടെ കച്ചി മേമൻ ഗുജറാത്തി വിഭാഗങ്ങൾ. നമ്മുടെ ഗുജറാത്തിയും അതോടൊപ്പം തന്നെ മറാഠ ആ ഭാഗത്തുനിന്ന് സിന്ധു ഭാഗത്തുനിന്ന് വന്ന് കയറി കലായി ആലാർ പ്രദേശത്ത് നിന്ന് കാലായി മാറ്റി. അത് കച്ചി വിഭാഗത്തിലെ മറ്റു വിഭാഗമാണ്. അവർ വന്നു, കച്ചിക്കാർ വന്നു. ഇവിടെ വന്നിട്ട് ഈ നാടിൻ്റെ കപ്പലിറങ്ങിയ നാടിൻ്റെ ഈ നാട് ഇത്രയേറെ വൈവിധ്യവൽക്കരിക്കാനുള്ള പ്രധാന കാരണം ഇവിടെ നിന്നായിരുന്നു വിദേശങ്ങളിലേക്ക് ഉള്ള ഒരു സഞ്ചാരപഥം ഉണ്ടായിരുന്നു കൊച്ചിയിൽ. 1341 കൊടുങ്ങല്ലൂരിൻ്റെ തകർച്ചയോടു കൂടിയാണ് കൊച്ചി ഗ്രൂപ്പ് വന്നത്. അതിനുശേഷമാണ് ഈ വൈവിധ്യവൽക്കരണം തോന്നുന്നത്. ഈ വൈവിധ്യവൽക്കരണം തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ വണിക്കുകൾ ഇവിടെ അറബികളാണ് ഈ കച്ചവടമായിട്ട് ആദ്യം വന്നത്. ചൈനക്കാർ വന്നു, മംഗോളിയൻ ജനവിഭാഗങ്ങൾ വരെ ഇവിടെ ഉണ്ട്. നമ്മുടെ കൊച്ചിയിൽ ഇപ്പോൾ ഈ ഇന്ന് ചെറുതായിക്കടലിൽ ചെന്നാൽ കാണാൻ കഴിയും. പണ്ട് ആഫ്രിക്കയിൽ നിന്നും അടിമകളെ കിടക്കുന്ന രീതിയിൽ യൂറോപ്യന്മാരിലൂടെ വന്നപ്പോൾ അന്ന് ഇവിടുത്തെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് അടിമകളെ കൊണ്ടു. ആ അടിമകളുടെ പിന്മുറക്കാർ ഇന്നും കൊച്ചിയിൽ അവർ പിന്മുറക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അത് നമുക്ക് അറിയാം. അവരെ ഇന്നിപ്പോൾ നമ്മളത് പറയാൻ പറ്റില്ല, കാരണം അത് അവർ ആക്ഷേപിക്കുന്നത് നമ്മൾ കാപ്പിരി മുത്തപ്പനൊക്കെ ആ ഒരു പരിപാടിപ്പെട്ടു. അപ്പം അങ്ങനെ വൈവിധ്യമാണ്. അവരുടെയൊക്കെ സംഭാവന ഉണ്ട്. കാരണം അവർ അധ്വാനിച്ച് നന്നായി വീർപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഈ നാടിനെ സാംസ്കാരികമായി സമ്പന്നമാണ്. അല്ല ആരും മുന്നോട്ട് പോയി. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, നിർത്തട്ടെ. തീർച്ചയായും അത്യാവശ്യം പഠനാത്മകമായ കാര്യങ്ങളിൽ കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഏറെ സന്തുഷ്ടമാണ്. നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ അടൂർക്കാരനും ഈ ലൈബ്രറിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമായ അബ്ദുൽ കലാം സാഹിത്യ രംഗത്ത് ഏറെ ശ്രദ്ധയാണ്. അദ്ദേഹത്തെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ട് വിദ്യാർത്ഥികളായിട്ടാണെങ്കിലും അവരാണെങ്കിലും നമുക്ക് നമ്മളിലേക്ക് ഒരു തിരിച്ചു നോട്ടത്തിന് വേണ്ടി അവരൊരു അവസരം ഉണ്ടാക്കി തന്നു എന്ന് ഞാനിങ്ങനെ പറയുന്നുള്ളൂ. നമ്മളിവിടെ ജീവിക്കുന്നു, ജീവിച്ചു വളർന്നു, മരിക്കുന്നു, നമ്മുടെ തലമുറ ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ നമ്മുടേക്കൊരു തിരിച്ചു നോട്ടം, നമ്മുടെ ചരിത്രത്തിലേക്ക് ഒരു നോട്ടം നമ്മൾ ഇതുവരെ നടത്തിയിട്ടുണ്ടാവില്ല. അതിനൊരു അവസരമായി ഇതിനെ കാണും. ഏതായാലും നമ്മൾ അക്കാഡമിക്കലായിട്ട് ഇവര് നമ്മളോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പുസ്തകത്തിൽ നിന്നുള്ള അറിവുകളൊക്കെ ഇവർക്ക് ശേഖരിക്കാൻ കഴിയുന്ന ധാരാളം അറിവുകളുണ്ട്. അപ്പൊ അതല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു അറിവായിരിക്കും ഇവർ നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഈ കൊച്ചി എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത ഇവിടുത്തെ അബ്ദുല്ല ഭട്ടാചാര്യ നമ്മുടെ ഉദ്ഘാടകരും ഒക്കെ പറഞ്ഞു. നമ്മൾ ഈ കായലും കടല് ഇതുമായി ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപ് എന്ന് വേണം കൊച്ചിയെ പറയാൻ. പിന്നീട് പാലങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് ആ ദ്വീപിലുള്ള സങ്കല്പം തന്നെ വിട്ടുപോയി എന്നുള്ളതാണ്. ഒരു ദ്വീപായി. അപ്പൊ ഈ കായലും കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് എപ്പോഴും കപ്പലുകൾ എടുക്കുകയും പുരാതന കാലത്ത് കപ്പലുകൾക്കപ്പുറം വലിയ വലിയ വള്ളങ്ങൾ
അറബികൾ വരുന്നു, കച്ചവടം നടത്തുന്നു. നമ്മളിവിടുന്ന് ചരക്കുകൾ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് നമ്മുടെ ഏത് മലയോര മേഖലയിലും ഉണ്ടാകുന്ന സമ്പത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കപ്പൽ കയറ്റുന്നത്. ഈ കപ്പൽ കയറ്റുന്ന ഈ സംഭവം കൊച്ചിയിൽ നടക്കുമ്പോൾ അത് വ്യത്യസ്തമായ രാജ്യങ്ങളും വ്യത്യസ്തമായ ജനവിഭാഗങ്ങളും കേരളത്തിലേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വരികയും കൊച്ചി അവരുടെ ഒരു കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുകയാണ്. ഈ കേന്ദ്രമായി മാറുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് കയറിപ്പോയ കുരുമുളക്, ഏലം, ഇഞ്ചി ഇതിനൊക്കെ നമ്മൾ അഭിമാനത്തോടുകൂടി പറയുമ്പോൾ അവസാനം എഴുതിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. മനുഷ്യരെ നമ്മളിവിടുന്ന് കയറ്റിവിടുന്നുണ്ട്. അടിമകളാക്കി കച്ചവടം നടത്തുന്ന രീതിയും നമ്മുടെ ഈ കൊച്ചിയിൽ ഉണ്ടായിട്ടുണ്ട്. കൊച്ചിയിലെ പള്ളികൾ അതിനായി ഉപയോഗിച്ചതായിട്ട് ചരിത്ര രേഖകളുണ്ട്. അടിമകളെ സൂക്ഷിക്കാനും അടിമകളെ കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ കൊച്ചിയെ ഉപയോഗിച്ചു. അപ്പോൾ കൊച്ചി അങ്ങനെയുള്ള പ്രദേശവും. മറ്റൊരു കൊച്ചിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 വൈദേശിക ശക്തികളാണ് നമ്മളെ അടിമകളാക്കി പരിശോധിക്കുന്നത്. പോർച്ചുഗീസുകാർ ആദ്യം വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നീട് ബ്രിട്ടീഷുകാർ വന്നു. ഈ 3 പേരും കൈയടക്കിയ ഒരു പ്രദേശം ഇന്ത്യയിൽ ആകെ കൂടിയാൽ അത് കൊച്ചിയിലുണ്ട്. ഈ 3 പേരുടെ ആധിപത്യവും കൊച്ചിയിലുണ്ടായിരുന്നു. അതിന്റെ തിരിശേഷിപ്പുകളൊക്കെ ഈ കൊച്ചിയിലുണ്ട്. ഇപ്പോൾ പോർച്ചുഗീസുകാർ കീഴടക്കിയിട്ടുണ്ട്. ഇവിടെ പല രീതിയിലുള്ള പരിഷ്കാരങ്ങളും പള്ളികളും ഒക്കെ അവരുടെ രീതിയിൽ അവർ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെ നമ്മൾ സുനഹദോസും അതുപോലെ പൂനൻ മുൻഷും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അവർ നടത്തിയ അതിനുശേഷം വന്ന ഫ്രഞ്ചുകാർ അവരുടെ തിരിശേഷികളെ തല്ലിപ്പൊളിച്ചുകൊണ്ട് പുതിയത് നിർമ്മിക്കുകയും പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരുടേതായ രീതിയിൽ അവർ മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വേറൊരു തനത് നമ്മളെ നാട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മളെ ശ്രീ അബ്ദുൽ ഉണ്ടാക്കി പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. നമ്മുടെ ഒരു പുതുക്കും ഒരുപക്ഷെ അന്വേഷിച്ച് നമ്മൾ പുറകോട്ട് പോകുമ്പോഴേ അത് ചിലപ്പോൾ കപ്പൽ കയറി പോകുന്ന എനിക്ക് തോന്നുന്നു. എവിടേക്കാണ് പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല. കൊച്ചിയുടെ തനത് സംസ്കാരം ഉൾക്കൊള്ളുന്ന നമ്മൾ ഈ തനത് ദേശക്കാരുടെ പിന്തുണക്കാരെ നമ്മൾ അന്വേഷിച്ചു പോയാൽ ചിലപ്പോൾ 10, 50, 60 അല്ലെങ്കിൽ ഒരു 100 തലമുറ മുന്നോട്ട് പോകുമ്പോൾ നമ്മളും കപ്പൽ കയറി ഏതെങ്കിലുമൊക്കെ നാട്ടിൽ ചെന്നെത്തുന്ന ഒരവസ്ഥ ഈ കൊച്ചിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വ്യത്യസ്ത ഭാഷ പഠിക്കുക, വരുന്നവരെയൊക്കെ ഉൾക്കൊള്ളുക, എല്ലാ സംസ്കാരങ്ങളും എല്ലാ ഭക്ഷണ രീതികളും എല്ലാ ഭാഷാ വൈവിധ്യങ്ങളും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു. ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ പോർച്ചുഗീസുകാർ പോയി ഗോവയിൽ ചെന്ന് അവരുടേതായ ഒരു മതം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നവരാണ് ഇവിടെയുള്ള ഈ പറഞ്ഞ ഗൗഡ സരസ്വത ബ്രാഹ്മൺസ്. അവരവിടെ നിന്ന് അവർക്ക് നിൽക്കക്കല്ലില്ല, അവർ ഓടി വന്നത് കൊച്ചിയിലേക്കാണ്. എനിക്ക് ചെറുപ്പം തോന്നിയിട്ടുണ്ട് ഈ കൊച്ചിയിൽ നിന്ന് ഭൂലോകത്തിന്റെ അവസാനമായിരിക്കും. ഇവിടെ വിട്ട് അങ്ങോട്ട് കടലായതും കായലായതും പോകാൻ സ്ഥലമില്ലാതെ ഇവിടെ വന്ന് അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥ കൊച്ചിക്ക് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സംസ്കാരം വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുള്ള ഒരു പ്രദേശമായി കൊച്ചി മാറുകയാണ്. ഈ കൊച്ചിയിലാണ് ആദ്യമായി ഇവിടെ പറഞ്ഞു ഹോർത്തൂസ് മലബാർക്കസ്. ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാർ നമുക്ക് ഇന്ത്യക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് വെച്ചാൽ ആ ഒരു പുസ്തകമാണ്. കാരണം നമ്മുടെ വൈവിധ്യമായ ചെടികളെ കുറിച്ചും നമ്മുടെ ഔഷധ സസ്യങ്ങളെ കുറിച്ചും ഒക്കെ ഒരു പഠനം. അതിനുവേണ്ടി ഞാൻ ഇവിടെ പറഞ്ഞ ഓടത്താന്ന് പറഞ്ഞാൽ ഒരു പൂന്തോട്ട സ്ഥലം തന്നെ അവർ കണ്ടെത്തി അവിടെ വൈവിധ്യമാർന്ന ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് പുതിയ പുതിയ ഔഷധ ചെടികൾ വെച്ച് പിടിപ്പിച്ച് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടൊരു ബുക്ക് എഴുതുക. നമുക്ക് ഇന്ന് പല ആ പുസ്തകം മറിച്ചു കൊടുക്കാൻ പല ചെടികളെയും പല മരുന്നുകളെ കുറിച്ചും നമുക്കിന്ന് അറിയില്ല. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ആദ്യമായി മലയാള അക്ഷരങ്ങൾ അച്ചടി പുരളുന്നത് ആ പുസ്തകത്തിലാണ്. ഒരു മലയാള ഭാഷയിലെ അക്ഷരങ്ങൾ അച്ചടിയിലൂടെ വരുന്നത് ആദ്യമായിട്ട് ഈ പുസ്തകത്തിലാണ്. ഹോർത്തൂസ് മലബാർക്കസ്. അത് മലയാള പുസ്തകമൊന്നുമല്ല, ഫ്രഞ്ചിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒരു ചെടിയുടെ പടം കൊടുത്തിട്ട് അതിൽ പറഞ്ഞ പോലെ ഫ്രഞ്ചിൽ, ഇംഗ്ലീഷിൽ, അറബിയിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു ചെറിയ പേരാണ് ഓരോ ചെടിക്കും ഓരോ. പക്ഷെ മലയാളത്തിലെ ആദ്യത്തെ അച്ചടി അതാണ്. ഇതിന് സഹായിച്ച ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഇതിനെ സഹായിച്ചവരായിട്ടുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ നിന്ന് തന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ആളുകളുണ്ട്. അതിൽ നമ്മളിപ്പോ ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു വൈദ്യനായിരുന്നു. അദ്ദേഹം ഇതിൽ ഒരുപാട് കൊച്ചിക്കാരനായിരുന്നു. അദ്ദേഹമാണ് ഈ ചെടികളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇതിന്റെ ഉപയോഗങ്ങൾ പറഞ്ഞു കൊടുത്തു ഒക്കെ അവരാണ്. ആ ഒരു മനുഷ്യനും കൂടി ഉൾപ്പെടും. പക്ഷെ ആ മനുഷ്യന്റെ പേര് പലപ്പോഴും ചരിത്രത്തിൽ നിന്ന് മലക്കട കീഴ്ജാതിക്കാരനായിരുന്നു എന്നുള്ള കാരണത്താൽ ഈ അച്യുതന്റെ പേര് പലയിടത്തും വരാറില്ല. ഈ പറഞ്ഞ പോലെ ഈ അപ്പു ഭട്ട്, അതുപോലെ വിനായക ഭട്ട്, രംഗഭട്ട്, ഈ ചെറുതായി ഈ ഭട്ടുമാരുടെ പേര് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ അച്യുതന്റെ പേര് പലപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു രീതി നമ്മുടെ ഈ പക്ഷേ ഈ പുസ്തകത്തിന് അദ്ദേഹത്തിന്റെ സംഭാവന ചെറുതല്ല. അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങൾ
ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലും ഈ പുസ്തകത്തെ കുറിച്ച് എഴുതാൻ ഈ വാൻഡ്രീഡിന് അത് പറഞ്ഞു മനസ്സിലാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ചെയ്ത സംഭാവന നമുക്ക് ചെറുതായിട്ട് കാണാൻ നമുക്ക് കഴിയില്ല. ഒപ്പം തന്നെ ഇപ്പൊ ഈ നമ്മുടെ വൈജ്ഞാനിക മേഖലയിലെ നമ്മുടെ സംഭാവന എന്ന് പറഞ്ഞ ഒരു വിഷയം വലിയ ഗ്രന്ഥങ്ങളൊന്നും നമ്മുടെ കൊച്ചിക്കാർ എഴുതിയിട്ടുണ്ടാവില്ല. വലിയ അറിവ് ശേഖരങ്ങളും കൊച്ചിക്കാരുടെ പുസ്തകങ്ങളായിട്ടുണ്ട്. പക്ഷെ കൊച്ചിയുടെ പ്രത്യേകതയുണ്ട്. അത് കലയും പിന്നെ സാഹിത്യവും സംസ്കാരവുമായി ചേർന്ന് കിടക്കുന്ന സംഗീതം, പിന്നെ കളരിപ്പയറ്റ്, നാടൻ കലകൾ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു വലിയ സംഭവം. നമ്മൾ കൊച്ചിയുടെ സംസ്കാരത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. എത്രയോ സംഗീതജ്ഞന്മാർക്ക് സംഭാവന നൽകിയ ഒരു നാടായി നമ്മുടെ നാട് നിലനിൽക്കുന്നുണ്ട്. എത്ര എഴുത്തുകാർ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ മറന്നുപോയ ഒരാളാണ് കാലുക. നമുക്കറിയാം, നമ്മുടെ പൊട്ടിച്ചുകാരനായ അക്കാദമി അവാർഡ് വരെ കിട്ടിയ കാലുക. ഒരേ ദേശക്കാരായ നമ്മളെന്ന ഒരു നോവല് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നമ്മൾ കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരൊന്നും ആരും ഓർക്കുന്നില്ല, അദ്ദേഹത്തിന്റെ പുസ്തകത്തെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നില്ല, ഒന്നുമില്ല, നമ്മളത് മറന്നുപോയി. അദ്ദേഹത്തെ തുറമുഖം, ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം ഒരേ ദേശക്കാരായ തുറമുഖം, അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള കൊച്ചിയുടെ സംസ്കാരം വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു പുസ്തകം എഴുതിയാണ്. പ്രഭാത് ബുക്സ് ആണത് എഴുതി. ഇപ്പോൾ ആ പുസ്തകം ഒരു പ്രിന്റിങ്ങിൽ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കൊച്ചിയുടെ സംസ്കാരത്തിൽ വായിച്ചെടുക്കാൻ പറ്റും. അതിന് കഥാപാത്രങ്ങൾ നമ്മുടെ ഈ തെരുവുകളിലൂടെ നടന്നു പോകുമ്പോഴുണ്ടാകുന്ന നമുക്ക് ഇന്ന് വായിക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് ലത്തീഫ് ഒരിക്കൽ ഒരു പുസ്തകത്തിൽ വളരെ കാര്യമായിട്ട് നമ്മളോടത് പറയുന്നുണ്ട്. ഈ ലത്തീഫ് നമുക്ക് ചില സംഭവങ്ങളുണ്ട്. ഒരുപക്ഷെ ലത്തീഫാളെ നമ്മൾ ആ രീതിയിൽ അടയാളപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ലത്തീഫ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥകർത്താവായിട്ടോ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്, അളവ് തൂക്കത്തെ സംബന്ധിച്ച ഒരു പുസ്തകമുണ്ട്. അളവ് തൂക്കങ്ങളെ കുറിച്ച് ഒരു പുസ്തകമുണ്ട് ലത്തീഫ് കാണാൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കച്ചവട ശൈലി, ഒരുപക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു ഗ്രന്ഥം വേറെയില്ല. നമ്മൾ അന്വേഷിച്ച ഒരു ഗ്രന്ഥം നമുക്ക് കാണാൻ കഴിയില്ല. കച്ചവട ശൈലി എന്ന് പറയുന്ന ആ ഒരു പുസ്തകം, ആ ഒരു രീതിയിലുള്ള ഒരു പുസ്തകം രണ്ടാമതൊരു പുസ്തകം അന്വേഷിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. മലയാളത്തിൽ അങ്ങനെ ഒരു പുസ്തകം വേറെ ഇല്ല. അതിൽ ലത്തീഫ്ഖാന്റെ മാത്രം സംഭാവനയുണ്ട്. അതും നമ്മൾ പലപ്പോഴും മറന്നുപോകും. പിന്നെ നമ്മൾ ഇവിടെ ഒരുപാട് പേര് നമുക്കറിയാവുന്ന ഒരുപാട് ഇവിടെ മുത്തയ്യ എന്ന് പറയുന്ന ഒരു സിനിമാ പ്രസ് ഉണ്ടായിരുന്നു. പ്രശസ്തമായ ഒരു പ്രസ്സായിരുന്നു. അതായത് പക്ഷെ നമ്മുടെ ഈ ഏരിയയിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്സായിട്ട് നിന്നിരുന്നതാണ്. അതിന്റെ അത് നമ്മൾ അതിന്റെ ചരിത്രം നമ്മൾ അന്വേഷിച്ചു പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റും. മറ്റൊന്നാണ് നമ്മൾ ഇവിടുത്തെ കച്ചവടത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. നമ്മളെ കച്ചവടത്തിന്റെ കേന്ദ്രമായിട്ട് പല കച്ചവടവും മറ്റു കച്ചവടവും ഒക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കച്ചവടം നിലനിൽക്കുമ്പോൾ തന്നെ ചില വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളോട് നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് ശക്തൻ തമ്പുരാൻ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ശക്തൻ തമ്പുരാൻ അദ്ദേഹത്തിന്റെ ഒരു ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അന്ന് കാണാൻ പറ്റുന്നവർക്കെല്ലാം പഞ്ചസാര കിഴി കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഒരു ചരിത്ര സംഭവമുണ്ട്. പഞ്ചസാര കിഴി കൊടുക്കും അദ്ദേഹം അന്ന് കാണാൻ ഇല്ലാവും. ഈ പഞ്ചസാര പഞ്ചസാര കിഴി, ഈ കിഴി എത്തിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ നമ്മുടെ വട്ടാഞ്ചേരിയിൽ നിന്നുള്ള ഒരു കച്ചവടക്കാരനായിരുന്നു. അത് ആ കൃത്യസമയത്ത് അവിടെ എത്തിക്കുന്നത്. പക്ഷെ പിന്നീട് വന്ന ബ്രിട്ടീഷുകാരുടെ ഒരു ആധിപത്യമൊക്കെ വന്ന സമയത്ത് ഈ ഇദ്ദേഹത്തിന് അത് എത്തിക്കാൻ കഴിയാത്തൊരു പറഞ്ഞ സമയത്ത് അവിടെ ശക്തൻ തമ്പുരാൻ എത്തിക്കാൻ കഴിയാത്ത ഒരു വിഷയം ഉണ്ടായി. ഈ ശക്തൻ തമ്പുരാൻ രാവിലെ എഴുന്നേറ്റിട്ട് നോക്കുമ്പോൾ പഞ്ചസാര വന്നിട്ടില്ല. അത് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്ത് അദ്ദേഹത്തെ അപമാനിച്ചിട്ട് ചുറ്റുവാക്കിയിട്ട് അദ്ദേഹം സേനാധിപതിയെ വിളിച്ചിട്ട് പറഞ്ഞൊറ്റ കാര്യമുള്ളൂ, എനിക്ക് നാളെ നേരം കൊടുക്കുമ്പോൾ ആ കച്ചവടക്കാരുടെ തല എൻ്റെ മുമ്പിൽ ഉണ്ടാകണം എന്നാ പറഞ്ഞത്. അതിന് ഈ സേനാധിപതിയും മറ്റു 2-3 പേരും വേഷം മാറി വരികയും ഈ കച്ചവടക്കാരന്റെ കച്ചവട കേന്ദ്രത്തിൽ ചെല്ലുകയും നിങ്ങൾക്ക് ഇത് മാത്രമുള്ളൂ കച്ചവടം, വേറെ 10 ഉണ്ടോ? ആ 10 കച്ചവടം എനിക്കുണ്ട്, എവിടെയാണ് എൻ്റെ മുകളിലാണെന്നോ വരുന്നതിന് മുകളിൽ വെച്ചിട്ട് 10 അദ്ദേഹം നിർത്തിയിട്ട് കാണിച്ച കട്ടിലേക്ക് അദ്ദേഹത്തിന് തല വെട്ടി വെച്ചു. അത് പൊതിഞ്ഞ് ആരും അറിയാതെ ശക്തൻ തമ്പുരാൻ കൊണ്ടേ കൊടുത്തു. ഈ തല കാഴ്ചവെച്ച ഒരു ചരിത്ര സംഭവമുണ്ട്. ഇതോടുകൂടി വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. അതോടുകൂടി ഈ കച്ചവടക്കാരുടെ ഇടയിൽ വളരെ പരിഭ്രാന്തി ഉണ്ടാവുകയും ഈ ഒരു വിഭാഗം കച്ചവടക്കാരെ നമ്മൾ മട്ടാഞ്ചേരി വിട്ടു പോവുകയും ചെയ്തു. നമ്മൾ ഇന്ന് പറയും പല യൂണിയന്റെ പ്രശ്നക്കാരുടെ കച്ചവടക്കാര് അതായി, അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണൽ പ്രശ്നം കൊണ്ട് മട്ടാഞ്ചേരി. അതിനു മുമ്പേ ഈ വിഷയമുണ്ട്. ഇത് ചരിത്രത്തിൽ നമ്മൾ ചരിത്രം രേഖപ്പെടുത്തിയ വിഷയം നമ്മൾ പറയാറില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ കൊച്ചിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം തന്നെ നമുക്ക് ഒരുപക്ഷെ
ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് വലിയ സംഭാവന ചെയ്ത ഒരു കൊച്ചിക്കാരാണ്. നമുക്ക് TKP ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. TK പരീക്കുട്ടി എന്ന് പറയുന്ന മഹാനായ മനുഷ്യനാണ് സിനിമക്ക് ചെയ്ത സംഭാവനകൾ, സംഗീതത്തിന് ചെയ്ത പിന്നെ സംഭാവനകൾ. നമ്മുടെ യേശുദാസ് നമ്മളെല്ലാവരും പറയുന്നത് തന്നെ മെഹബൂബുണ്ട്, നമ്മുടെ ഉമ്പായി വരെയുള്ള ആളുകളുണ്ട്. സംഗീതത്തിന് വേണ്ടി ഒരുപാട് സംഭാവന ചെയ്യുന്ന കൊച്ചിക്കാരെ ആ ഒരു തലമുറ തന്നെ നമുക്കുണ്ട്. ഇക്ബാൽ സംഗീതം അതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പറയാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. സംഗീതത്തെ കുറിച്ചൊക്കെ ഇക്ബാൽ മ്യൂസിക് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു സംഗീതം ഉണ്ടായിരുന്നു. ഇപ്പോൾ മെഹബൂബ് മ്യൂസിക് ഒക്കെ ഉണ്ട്. സംഗീതത്തിൽ നമ്മൾ ഒരുപാട് സംഭാവന ചെയ്ത ഒരു പ്രദേശമാണ് നമ്മുടെ കൊച്ചി ഈ പ്രദേശം എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വേറെ ആളാണ് ഇക്ബാൽക്ക. ഇക്ബാൽക്കാരെ നമുക്ക് ഈ കാര്യത്തിൽ മറന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കൗൺസിലറായിരുന്നു, ഒരുപാട് 1-2 പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മ്യൂസിക്കിനെ കുറിച്ചും മട്ടാഞ്ചേരിയുടെ ചരിത്രത്തെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇക്ബാൽക്ക ഇക്ബാലിന്റെ പുസ്തകങ്ങളും കൂടി നമ്മൾ ഈ സമയത്ത് റഫർ ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും കൂടി പഠിക്കുന്നതും നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്രദമാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മൾ ഉദ്ഘാടനം ചെയ്ത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രഗത്ഭ എന്ന് പറയും. ഞാനൊരു ചെറിയ സംഘടനാ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. മൊത്തം ചരിത്രങ്ങളെ കുറിച്ചിട്ട് നിങ്ങളിൽ നിന്നിട്ടാണ് ഇപ്പോൾ കുറേ അധികം കാര്യങ്ങളിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. കലാമ സംസാരിച്ചപ്പോഴും അബ്ദുല്ല മട്ടാഞ്ചേരി സംസാരിച്ചപ്പോഴും KJ സംസാരിച്ചപ്പോഴും ഒക്കെ നമുക്കറിയാൻ പറ്റാത്ത കുറേ അധികം കാര്യങ്ങൾ, കലാമിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ അധികം സംഭവങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഞങ്ങളിങ്ങനെ സംഗീതമായിട്ട് ചിലപ്പോൾ സംഗീത അഭിരുചിയുള്ള ആളുകളാണ്. ആ ഒരു നിലപാടിൽ നമ്മുടെ കൊച്ചിയുടെ ജനകീയനായിരുന്ന കലാകാരനായ മെഹബൂബയുടെ പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് അത് 45 വർഷമായിട്ടുണ്ടെങ്കിൽ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൽ മറക്കാൻ പറ്റാത്ത ഒരു ഏടുന്നതാണ് നമ്മൾ അബ്ദുൽ ഖാദർ വക്കീൽ. ഒരുപാട് വടക്കേന്ത്യൻ പ്രഗത്ഭരായ മ്യൂസിഷ്യൻസിന് കൊച്ചിയിൽ പരിചയപ്പെടുത്തൽ കൊണ്ടുവന്നിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അദ്ദേഹം തന്നെയില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ജവഹർലാൽജി അങ്ങനത്തെ പ്രഗത്ഭരായ ആളുകൾ. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് 65 ടൗൺ ഹാളിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുമ്പോൾ ആദ്യമായിട്ട് ഉസ്താദ് അല്ലാതേക്ക് രവിശങ്കർ സാഹിബ് ആയിരുന്നു ആദ്യം പരിപാടി നടത്തിയിരുന്നതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ലേ? സലാം ഭായി പിന്നെ സലീം ഭായി അല്ലേ? 65-ലാണ് ടൗൺ ഹാളിൽ വെച്ചിട്ട് ആ ഒരു പരിപാടി നടന്നത്. അതിനുശേഷം 8-9 വടക്കേന്ത്യൻ സംഗീതകാരന്മാരെ നമ്മളുടെ കൊച്ചി വന്നു. കൊച്ചി കിട്ടിയ വലിയൊരു അനുഗ്രഹമായിരുന്നു. അതിനെ തുടർന്ന് വന്ന ഒരുപാട് സംഭവ പരിപാടികളും കാര്യങ്ങളും. അതിലുപരി നമ്മൾ ശരിക്കും ഒരു മിനി ഇന്ത്യയിലാണ് താമസിക്കുന്നത്. കൊച്ചി ഒരു മിനി ഇന്ത്യയാണ്. എനിക്ക് സൗദി ചെന്നപ്പോൾ അവിടെ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞൊരു കൊച്ചി പട്ടാഞ്ചേരി എന്ന് പറഞ്ഞ പ്രദേശമുണ്ട്. അതൊരു കൊച്ചി ചെറിയൊരു ഇന്ത്യയും. വിവിധ ദേശക്കാർ, രണ്ട് ഭാഷക്കാർ, വിവിധ തരം സംസ്കാരങ്ങൾ ജീവിക്കുന്ന ഒരു ജനസംഭവം. 400 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മൾ ഈ ഇത്രയും ഒരു സ്ഥലത്ത് നിന്ന് ചെന്ന വേറൊരു വിഭാഗം, അവിടെ നിന്ന വേറൊരു വിഭാഗം. അപ്പൊ അത് ഇവരെല്ലാവരും കൂടി കൈകോർത്തും കൊണ്ടാണ് ജീവിച്ചു പോരുന്നത്. മട്ടാഞ്ചേരി ഭീകരമായ സംഭവം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ മട്ടാഞ്ചേരിയിൽ വന്നാലും ചായ കുടിച്ചിട്ട് പോവാ എന്ന് പറയുന്ന സുഹൃത്തുക്കളാണ് നമ്മളിവിടെ ഉണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ടാവുള്ളൂ കണ്ണികൾ. പക്ഷെ നമ്മളിവിടെ എങ്ങനെയാണ് ചായ കുടിച്ച ചായ കുടിച്ചിട്ട് പോവാ എന്ന് പറയുന്ന സ്നേഹത്തോടുകൂടി നമ്മളെ
ക്ഷണിക്കുകയും നമുക്ക് ചായ വാങ്ങിച്ചു തരികയും നമുക്ക് എന്തെങ്കിലും ഒരു അബദ്ധം വന്ന ഒരു ബുദ്ധിമുട്ട് വന്ന അവർ സഹായിക്കാൻ മനസ്സുള്ള ഒരു വലിയ ജനസമൂഹം തന്നെ നമ്മളിവിടെ ഉണ്ട്. അവർ ആരും ആയിക്കോട്ടെ. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ബാൽ സാഹിബ്, ഇക്ബാലിന്റെ പേരിൽ ഒരു കലാസാംസ്കാരിക സംഘടന, ഇക്ബാൽ ഫൗണ്ടേഷൻ ഒരു കലാസാംസ്കാരിക സംഘടനയുണ്ട്. മെഹബൂബായുടെ പേരിൽ ഒരു കലാസംഘടനയുണ്ട്. 45 വർഷമായി അദ്ദേഹം നമ്മുടെ വീട്ടിൽ പിരിഞ്ഞിട്ട് 45 വർഷമായി. അതിൻ്റെ സൃഷ്ടികർത്താവ് ശരിക്കും ഉമ്പായി സാറാണ്. ഉമ്പായിയുടെ മനസ്സിൽ വെച്ചൊരു സംഭവമാണ് ഒരു ഗസൽ ട്രൂപ്പ്. അതായത് കേരളത്തിലെ ആദ്യത്തെ ഗസൽ ട്രൂപ്പ് എന്ന് പറയുന്നത് രാഗ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. രാഗ് റേഡിയൻസ് ആർട്സ് ഗ്രൂപ്പ്. റേഡിയൻസ് ആർട്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ പാർട്ടിയുടെ കീഴിലുണ്ടായിരുന്ന ഒരു കലാസംഘടന. അവിടെ നിന്ന് ഉള്ളിലെടുത്തതാണ് രാഗ്. രാഗില് പ്രധാനപ്പെട്ട ആളുകൾ രണ്ടാണ്. റേഡിയൻസും രാഗും രണ്ട് വ്യത്യസ്ത മേഖലകളിലുള്ളതാണ്. ആശയം ഒന്നായിരുന്നു ഈ തന്നെ. പക്ഷേ 85കളിൽ അതിൽ മെഹബൂബായുടെ പേരിൽ ഒരു അടയാളവുമില്ല. ഒരു നല്ല ഫോട്ടോ പോലും അദ്ദേഹം അവശേഷിപ്പിക്കാണ്ട് പോകുന്നതാണ് സംഘടന. ഇപ്പൊ ശരിക്കും വ്യാപകമായിട്ടുള്ള ഒരു ഫോട്ടോ നമ്മ പോലെ ഇരിക്കണ ഒരു ഫോട്ടോ വ്യാപകമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷെ അതുപോലും അടയാളപ്പെടുത്താണ്ട് പോയ ആ ഒരു കലാകാരന്റെ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യയില്ല. ഒരു ഓർമ്മപ്പെടുത്തുന്നതിന് ഒരു എവിടെയെങ്കിലും ഒരു മുറിയെങ്കിലും തരാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ പറയുകയാണ്. ശരിക്കും ദാസേട്ടനേക്കാളും മുമ്പ് സിംഹാരംഭത്തിണ്ടായിരുന്ന മനുഷ്യൻ. അദ്ദേഹം 90ഓളം പ്രൈവറ്റ് സോങ്സുകൾ അറിയാമായിരുന്നു. പ്രൈവറ്റ് സോങ്സ് പാടി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ട് നമ്മൾ കേൾക്കുന്ന ഗായകനരികെ ഒഴിൽ പുറത്തി കണ്ട് അങ്ങനെയുള്ള പാട്ടുകളിലുപരി അധിനിവേശത്തെ കുറിച്ചിട്ട് അദ്ദേഹം 62-ലാണ് അല്ലേ. പിന്നെ സിംബായി 62-ല് മുനിസിപ്പാലിറ്റിയുടെ ഫോർട്ട് കൊച്ചി മുനിസിപ്പാലിറ്റിയുടെ 100ാം വാർഷികം കൊണ്ടാവുന്ന സമയത്ത് ദാസേട്ടനും രണ്ട് തട്ടിലായിരുന്നു. ആദ്യം ദാസേട്ടൻ പിന്നെ ബായി. അന്ന് അദ്ദേഹം അധിനിവേശത്തെ കുറിച്ചിട്ട് ഒരു സാധനം പാടിയിരുന്നു. ഈ പരവാസകോടിയാമോ വന്നത് പോയതിനെ കുറിച്ചിട്ടേക്ക് ഒരു സാധനം പാടുന്നു. അതിന് എതിരെ ആദ്യം സംസാരിക്കുന്നത് ആ അധിനിവേശത്തിന് അദ്ദേഹം ഒരു ശരിക്കും ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനും ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ കായലിലേക്ക് ഉൾപ്പെടുത്തി. അതിനുശേഷം നാടിനു വേണ്ടിയൊക്കെ അതൊക്കെ പ്രശസ്തമായി കിടക്കുന്ന സാധനങ്ങളാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ 90ഓളം പ്രൈവറ്റ് സോങ്സുകളും അദ്ദേഹം പാടി വെച്ചിരിക്കണം. ഇതിന്റെ മുഴുവൻ സാധനങ്ങളും ഉള്ള ഒരു കലാകാരനുണ്ടായിരുന്നു, നമ്മൾ ഇബ്രാഹിം കുത്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ പ്രൈവറ്റ് സോങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രയാസമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് റെക്കോർഡിക്കലാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പുള്ളി അത് റെക്കോർഡിക്കലാക്കാൻ മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളിലുള്ളത് നമ്മൾ പകർന്നു കൊടുത്താലേ മറ്റുള്ളവരിലേക്ക് കിട്ടുള്ളൂ. അതല്ലേ ശരി. നമുക്കറിയാവുന്ന നമ്മൾ തൊട്ടടുത്ത ആൾക്ക് പകർന്നു കൊടുക്കുക. അത് അന്യായപ്പെട്ടു പോയ മകൻ കുറേ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും കൊച്ചിയും സംഗീതവുമായിട്ടുള്ള വലിയ സംഭവമൊന്നും എനിക്ക് പറയാനില്ല. ഞാനൊരു സംഘടനയുടെ ഒരു പ്രവർത്തകനാണ്. അത് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഘടനയുടെ ഒരു പ്രവർത്തകനാണ്. ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ സംഘടനയിലൂടെ പോകും. ഒരുപാട് പേർക്ക് പാടാനുള്ള അവസരങ്ങളും ഒരുപാട് പേർക്ക് മറ്റ് മേഖലകളിലേക്ക് എത്താനുള്ള അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്തൊരു കലാസംഘടനയാണ്. അതിന്നും 1-നും 2-ലേക്കും 2-നും 3-ലേക്കും പോകാതെ ആ ഒരേ പേരിൽ തന്നെ MM ഓർക്കസ്ട്ര എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ചെയ്യുന്നു. ഉമ്പായിയാണ് അതിൻ്റെ സൃഷ്ടികർത്താവ്. പക്ഷെ അതോടൊപ്പം തന്നെ ആ ഉമ്പായി ചെക്കൻ പറയണെങ്കിൽ പറ്റി വേറെ സ്ഥലത്തേക്ക് പോകണം. ഞാൻ പീപ്പിൾസിലേക്ക് പോലും വരെ പോകണം. ഞാൻ
പക്ഷെ അങ്ങനെയൊന്നും കടക്കുന്നില്ല. ആ ഒരു സംഭവമാണ് ഈ രാഗം എന്ന് പറഞ്ഞ സംഘടന ഉടലെടുക്കാൻ കാരണം. അതായത് പീപ്പിൾസ് ലീഗിലേക്ക് പോവുകയും അദ്ദേഹത്തിന് ഒന്ന് ഹാർമോണിയം വായിക്കാനുള്ള ഒരു സംവിധാനം ചെയ്ത് കൊടുക്കാൻ വേണ്ടി കൊടുത്തില്ലെന്നാണ് സത്യം. മണിക്കൂറോളം കാത്തിരുന്നാണ്. എന്നാൽ പീപ്പിൾസ് ലീഗ് എവിടെ കിടക്കുന്നു? മുംബൈ ഇവിടെ കിടക്കുന്നു അല്ലേ? മുംബൈ മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നതാണ് അല്ലേ? ആ ഒരു ഒറ്റ സംഭവമാണ് ഈ രാഗ് എന്ന് പറയുന്ന സംഘടനക്ക് രൂപം കൊടുത്തതും അവിടെ നിന്ന് തുടങ്ങിയത്. അന്ന് തുടങ്ങിയത് ഇന്നും അവിടെ നിൽക്കുന്നു. 85 ബായുടെ പേരിലേക്ക് മൊഴി മാറ്റപ്പെട്ടു. ശരിക്കും പറഞ്ഞാണെങ്കിൽ ഇതിൻ്റെ പിന്നെ ഇനോഗ്രേഷൻ നടക്കുന്ന കോഴിക്കോട് വെച്ചിട്ടാണ്. എന്നാലും കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ സാഹിബാണ് അന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ചിട്ടാണ് ആ പരിപാടി നടക്കുന്നത്. ഇതൊക്കെ മനസ്സിൽ ഭയങ്കര ആവും. നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്കിന് അഭിമാനിക്കാവുന്ന ഒരു സംഭവങ്ങളാണ്. സംഭവം 87 ശേഷം അദ്ദേഹത്തിന് സ്വതന്ത്രമാവൽ കാര്യങ്ങൾ നീക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമായ അദ്ദേഹം കാര്യങ്ങൾ നീക്കിയതിൽ അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്ന മലയാളികളുടെ മനസ്സിൽ ചേർക്കാൻ കഴിഞ്ഞ ഒരു കലാകാരനായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കും അതേപോലെ തന്നെ വക്കീലിനെ കുറിച്ചെല്ലാം സംഗീതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവരുടെ മനസ്സിലാണ്. ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ അദ്ദേഹത്തിന്റെ രാത്രികാലങ്ങളിൽ അവിടെ കൂടുകയും ശരിക്കും അവർക്കുള്ള പ്രോത്സാഹനം ചെയ്ത് നിലനിർത്തിക്കുന്ന ഒരാളാണ്. അതിന് സംഗീതത്തെ പ്രോത്സാഹിക്കുന്ന ഒരുപാട് സാധാരണക്കാർ തൊഴിലാളികളൊക്കെ സൈക്കിൾ സാറിന്റെ പാട്ടുകളാണ് പാടിയത് അല്ലേ? ഒരു കപ്പലിൽ ചരക്കിറക്കാൻ വേണ്ടി പോയിരുന്ന തൊഴിലാളികൾ അവര് സൈക്കിൾ സാറിന്റെ പാട്ടുകളാണ്. ശരിക്കും ഹിന്ദുസ്ഥാനി സംഗീതവും നമ്മുടെ പട്ടാഞ്ചേരിയുമായിട്ടുള്ള ഒരു ബന്ധം അതാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദി പാട്ടുകളോടും ഹിന്ദി സംഗീതത്തോടും ഹിന്ദുസ്ഥാനി സംഗീതത്തോടും കൂടുതൽ താല്പര്യം വന്നിട്ടുള്ള സംഭവങ്ങളാണ് അങ്ങനെ തന്നെ. അന്നേരം ഇവിടെ ആരും ഭയങ്കര സംഗീതജ്ഞന്മാരോ ഇതൊന്നും ആ നമ്മളൊക്കെ പാടുന്നുണ്ട്, എല്ലാവരും പാടുന്നുണ്ട്. ഞാനില്ല. പക്ഷെ പാടുന്നവരൊക്കെ നമ്മൾ പഠിച്ചിട്ട് പാടുന്നവരോട് പഠിക്കാതെ പാടുന്നവരുണ്ട്. അതിന് നമ്മളെ റഫീഖിനെ പോലുള്ള കലാകാരന്മാർ ശരിക്കും പഠിച്ചിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരൊക്കെ നമ്മൾ കേട്ട് അത് കൃത്യമാക്കിയിട്ടാണ് സംഗീതം പഠിക്കുക എന്നുള്ള ഒരാഗ്രഹം. അദ്ദേഹത്തിനുള്ള ഒരാഗ്രഹം ഒരു പിന്നെ അക്കാഡമിക്ക് രൂപം നൽകണം, ഹിന്ദുസ്ഥാനി അക്കാഡമിക്ക് രൂപം നൽകണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് 2019 അബാദിൽ വെച്ചിട്ടുള്ള സൂലാണ്ട് കിടക്കുന്നത്. പക്ഷെ അത് പ്രാവർത്തികമാക്കിയത് കോഴിക്കോടുകാരാണ്. കോഴിക്കോടാണ് അതിൻ്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി നിർവഹിച്ചു. നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കെട്ടിടം പൊട്ടിക്കൊണ്ടിരിക്കുന്നത് കുറേ സംഭവങ്ങളുടെ അതിനകത്ത് ഉണ്ട്. എന്തായാലും നിങ്ങളിൽ നിർത്തി അറിയില്ല. എനിക്ക് ചരിത്രം പറയാനൊന്നും എനിക്കറിയില്ല, ഇല്ലെങ്കിൽ തന്നെ മറന്നുപോകും. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ കുറെ സംഭവങ്ങൾ അത് ശരിക്കും മനസ്സിൽ ഞാൻ കുറിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് അറിവിന് ആദ്യം നിങ്ങളോട് ഞാൻ സലാം പറയുന്നു. ഇങ്ങനെ ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിച്ച ദുർഗനാമാസങ്ങളുടെ പ്രവർത്തകർക്കും എൻ്റെ നന്ദിയും കടപ്പാടും. ഓരോ ന്യൂനപക്ഷങ്ങളുടെ ജ്ഞാനപരമായ സംഭാവനകൾ എന്നതാണ് നമ്മുടെ മുഖ്യ. നേരത്തെ ഓർത്തൂസ് പരമാധികാര സിദ്ധിക്കസിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. നമ്മളെപ്പോഴും വായിക്കപ്പെടുന്നത് വെളിയിലുള്ള ഓണത്തെ കുറിച്ച് മാത്രമാണ് പറയപ്പെടുന്നത്. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ കരിപ്പാലത്തൂർ ഓണത്തിന് അവിടെ യുനാനി ചികിത്സക്കായി റിച്ചാർഡ് വാർണർ അവിടെ സ്ഥലം കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പല വൈദ്യന്മാരും, അസം വൈദ്യർ, മമ്മാലി വൈദ്യർ, ചില വൈദ്യന്മാരൊക്കെ ആ ഭാഗത്താണ്. അപ്പോൾ അങ്ങനെ അവിടെ ഓർത്തൂസ് കൊലപാതകത്തിന്റെ ഭാഗമായി തന്നെ ഒരു ഓണത്ത
കൊടുത്താൽ തന്നെ പ്രദേശം അറിയപ്പെടും. പക്ഷെ അതെങ്ങനെയോ ചരിത്രത്തിൽ നിന്നും മറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മായ്ച്ചു കളയോ എന്തോ ചെയ്തു. ഞാൻ ഇക്കാര്യം കഴിഞ്ഞ ഇവിടെ ഓപ്പോസിറ്റ് വന്നപ്പോൾ അവരെ എനിക്ക് പ്രസംഗിക്കാനേ അറിയാതെ കാരണം അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രം പറയണമെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ അത്തരത്തിൽ വളരെ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ ഈ യുനാനിയുടെ ഒരു അടിസ്ഥാന പുസ്തകം ഉണ്ടാക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി നമ്മുടെ മാതൃകയിലുണ്ടായിരുന്നു. തന്നെയുമല്ല മണ്ണിന്റെ പ്രത്യേകത, ഈ കൊച്ചിയുടെ മണ്ണിന് വളരെ പ്രത്യേകത കൂടുതലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മള് കടപ്പുറം ഭാഗത്തേക്ക് പോയിട്ട് ഒരു മണ്ണാണ്, കൊച്ചിയുടെ നീങ്ങിയ വരെ മണ്ണായിരിക്കും. നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഒരു കറുപ്പ് മണ്ണാണ്, ലവണങ്ങൾ കൂടുതലുള്ള മണ്ണാണ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഈ മണ്ണിനെ കുറിച്ച് തന്നെയുള്ള വലിയൊരു കാഴ്ചപ്പാടും എന്റെ എഴുത്തുകളും ഈ ഓർത്തൂസ് മലബാറിന്റെ ഒപ്പം തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന് ചില ചില്ലറ രേഖകൾ നമ്മുടെ ഇക്ബാൽ ലൈബ്രറിയിൽ കൊടുക്കണം. അപ്പൊ അതൊക്കെ ഒന്ന് വായിക്കണം. കാരണം നമ്മൾ എപ്പോഴും ഓർത്തൂസ് മലബാറിക്ക ഇവർ മാത്രം രംഗഭട്ട്, വിനായഭട്ട്, അപ്പുഭട്ട്, പിന്നെ ഒരു ചെറുതറക്കാരനായി വെച്ചത് അങ്ങനെ മാത്രമല്ല. ഇതിനു പുറകിൽ അദ്ദേഹം വാങ്ങിയത് വളരെ വളരെ വലിയൊരു പ്രയത്നം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് പലതും മായ്ക്കപ്പെട്ടു പോയി എന്നതാണ് ഒരു വസ്തുത. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കൊച്ചിയിലെ സാഹിത്യകാരന്മാരെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ കലാം സാഹിബ് പറഞ്ഞു, നമ്മുടെ കെ പി കാലിന് അറിയാം, എം കെ എഴുതിക്കാരും അറിയാം. കെ പി കാലിന് നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് മേടിച്ചു. പക്ഷെ ഇതിനേക്കാൾ അപ്പുറം ഒരു വ്യക്തിയുണ്ട്, നമ്മൾ മറന്നു പോകുന്നു. കേരള സാഹിത്യ അക്കാദമി ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഫിലിം ഫെയർ അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു എഴുത്തുകാരി സുലേഖ ഹുസൈൻ ഉറുദുവിലാണ്. ഒരു 34 നോവലുകൾ അവർ ഉറുദുവിൽ എഴുതി. ഈ 34 നോവലിനും കിട്ടിയിട്ടുള്ള മാർക്കറ്റ് കേരളത്തിൽ മറ്റൊരു നോവലും കിട്ടിയിട്ടില്ല. ഇവരുടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബുക്കിന് വേണ്ടി കാത്തിരിക്കാം. കാരണം അത് മറ്റ് ഇതേപോലെ സിനിമാ മാധ്യമങ്ങളില്ലാത്ത വേറെ വിഷയമുണ്ടോ? അവരെ 3 സിനിമകൾ, 2 സിനിമകൾ അവരറിയാതെ തന്നെ സിനിമ. ഒന്ന് തീസിരി മനസ്സിൽ, അവരെ വിസ്മരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് കൊച്ചി എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കൊച്ചിയിൽ കലാകാരന്മാരുണ്ട്, മറ്റു വൈജ്ഞാനികപരമായ കഴിവുള്ളവരുണ്ട്, പിന്നെ ബിസിനസ് ലെവലിൽ അറിയപ്പെടുന്നവരുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു കാലത്തിന് ശേഷം മറക്കപ്പെട്ടു പോവുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മൗലാന ആസാദ് ലൈബ്രറിയുടെ ഭാഗത്ത് കുറച്ചും കൂടി വിപുലമായിട്ട് നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സമയമെടുത്ത് വിപുലമായിട്ട് കമ്മിറ്റിയൊക്കെ വിളിച്ച് നടത്തേണ്ടതായിരുന്നു. ഏതായാലും മുൻകൈയിടുന്ന അടക്കമുള്ള ഇതിന്റെ മൗലാന ആസാദ് പ്രവർത്തകർക്ക് അഭിനന്ദനം പറയുന്നു. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ നമ്മളെല്ലാം ഇവിടെ 1341 ശേഷമാണ് കൊച്ചി ഉണ്ടായിരുന്നത്. കൊച്ചിയിലുള്ള എല്ലാവരും വരുന്നവരാണ്, ആരും കൊച്ചിക്കാരില്ല. ഇപ്പൊ ഞാനും നിങ്ങളെല്ലാം 5-6 തലമുറക്ക് മുമ്പിൽ പലതരത്തിൽ വരും. അതേപോലെ തന്നെ വന്ന ഒരു വിഭാഗമാണ് കച്ചി വിഭാഗം. കച്ചി വിഭാഗമാണ് കൊച്ചിയിൽ ഫിഷറീസ് മേഖലയെ കരുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ക്രിസ്ത്യൻ ലോകത്തിനെ പറ്റുന്ന ആളുകളുണ്ട്. അതിനകത്ത് അന്ന് ആ കാലഘട്ടത്തിൽ ചെമ്മീൻ പരിപ്പായിരുന്നു. ചെമ്മീൻ പരിപ്പ്, ആ പരിപ്പ് ഉണക്കിയ സ്ഥലത്തിന് നമ്മളെ പരിപ്പ് ലക്ഷ്യം വന്നിട്ട് വീട് വന്നു. ആ ചെമ്മീൻ പരിപ്പ് ഉണക്കിയിരുന്ന സ്ഥലത്ത് പരിപ്പ്. പിന്നെ അതിനുശേഷം കാനിങ്. അതിനുശേഷം ആദ്യമായിട്ട് ഒരു ഫ്രീസർ സ്ഥാപിച്ചത്, ഫ്രോസൺ ഐറ്റം സ്ഥാപിച്ചത് നമ്മുടെ ആബാദ്. ആദ്യമായിട്ട് ഫ്രീസർ വന്നത് അവിടെയാണ്. അവർ തന്നെയാണ് അതിനുശേഷം ഒരു പുതിയ മെത്തേഡ് വന്നു, IQF, ഇൻഡിവിജ്വൽ കിക്ക് ഫ്രോസൺ. അത് ഒറ്റ നമ്മുടെ വായിക്കുന്നതൊക്കെ പെട്ടെന്ന് കൈകാര്യം ചെയ്യും. മറ്റേന്ന് പറഞ്ഞാൽ സ്നാപ്പ് മാറ്റിയിരിക്കും ഫ്രീസായിട്ട്. അത് എത്രയോ സമയം വെള്ളത്തിട്ട് അലത്തിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉപയോഗിക്കാൻ എല്ലാം വയ്ക്കണം, ഇല്ലെങ്കിൽ 2 കോപ്പി ഇതായിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടി നമ്മുടെ ഈ ആബാദിന്റെ പരമാവധി തന്നെ ഒരു വേറെ ടെക്സ്റ്റൈൽ IQF എന്ന് പറയുന്ന സംവിധാനം. ഒറ്റ ചെമ്മീനെ വരും, ഒരു ചെമ്മീൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കശ്മീർ റിക്കവറി ആവശ്യത്തിന് തന്നു, ബാക്കി പോയി. ആ സംവിധാനം കൊണ്ടൊന്നും പറയാം.
അതുപോലെ തന്നെ നമ്മുടെ കൊങ്ങണി വിഭാഗം വളരെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ അരി വ്യാപാരം അടക്കം നേരത്തെ നമ്മുടെ കലാം സാഹിബ് പറഞ്ഞ പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ അവിടെ കുത്തകയുണ്ട് ഈ പലചരക്കിന്റെ വിപണിയിൽ. അത്തരത്തിൽ വന്നപ്പോഴാണ് ഈ പഞ്ചസാര ശക്തൻ തമ്പുരാന്റെ ഒരു അടിയന്തരത്തിന്, അമ്മയുടെ അടിയന്തരമുണ്ട്, ആ അടിയന്തരത്തിന് പഞ്ചസാര അത് കിട്ടൂല, ടാക്സ് വലിയ ആളുകൾക്ക് നികുതി കൊടുത്തു വാങ്ങുന്നവർ അറിയപ്പെടും. അങ്ങനെ ഈ കിണി ദേവരാജ കിണി അങ്ങനെ പേര്. കിണി ഇവരോട് പറഞ്ഞു പഞ്ചസാര കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഡച്ച് ഗവർണർ ഓർഡർ ഉണ്ടായിരുന്നു പഞ്ചസാര രാജാവിന് കൊട്ടപ്പൊട്ടി കൊടുക്കാൻ പാടില്ല. അതനുസരിച്ച് കൊടുത്തില്ല, പറഞ്ഞ പോലെ തരം കറക്റ്റ് ചെയ്തു. ആ സ്ഥലം എവിടെ ഉണ്ടറിയോ? കിട്ടണം ഈ ഒരു 3 കൊല്ലം മുമ്പ് നടന്നത് MR ഷേണായി പറഞ്ഞിട്ട് മട്ടാഞ്ചേരി അത് വിളിച്ചിട്ടൊക്കെ പറഞ്ഞത് എന്റെ പുറകിലുണ്ട് അതുകൊണ്ട് കെട്ടിടം പറയും സ്റ്റെപ്പൊക്കെ ഉള്ളത്. ആ സ്റ്റെപ്പിന്റെ മുകളിലാണ് വിമാനം വിളിച്ചത്. ശേഷമാണ് ഇത് തുടങ്ങിയപ്പോൾ പിടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതുപോലുള്ള സംരക്ഷിക്കേണ്ട സ്ഥാപനങ്ങൾ പോലും ചരിത്ര പ്രസിദ്ധമാണ്. അതൊക്കെ സംരക്ഷിക്കാൻ പോലും നമുക്കിവിടെ കഴിയുന്നില്ല. നമുക്കറിയാം ഒന്നും സംരക്ഷിക്കുന്നില്ല. ഇത് നമ്മുടെ കൊച്ചി രാജാവ് എന്ന് പറഞ്ഞാൽ അറിയാവുന്നത് ഇത്രയും മനസാക്ഷിയുള്ള ഒരു രാജകുടുംബം ഉണ്ടാവില്ല. കാരണം ഇവിടെ വന്നിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും മുസ്ലിങ്ങളായിട്ട്, ജൂതരായിട്ട്, കബറികളായിട്ട്, എല്ലാവരും എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ച ഒരു വിഭാഗമാണ് നമ്മുടെ കൊച്ചി രാജാവ്. പക്ഷെ കൊച്ചി രാജാവിന്റെ ചരിത്രം നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല. അതേ ടൈമിൽ കടൽക്കൊള്ളക്കാരനായ വാസ്കോഡ ഗാമയെ യുദ്ധത്തിന്റെ ഒരു സ്ക്വയർ ഉണ്ട്, സ്ഥാപനങ്ങൾ അങ്ങനെ പറയുന്നത് നമുക്കറിയാലോ. കൊച്ചി കടപ്പുറത്ത് അതിന്റെ പേര് ബിഷപ്പ് ബീച്ച് എന്നാക്കാനുള്ള ശ്രമപ്പെട്ടു. അതിനൊക്കെ ഞാൻ നല്ല ചെറിയ പ്രായമുണ്ട്, ഞങ്ങളൊക്കെ ആ സാധനം കളഞ്ഞു, നല്ല ചെറുക്കൻ പ്രായമുണ്ട്. ആ അത്തരത്തിലുള്ള നീക്കത്തനൊക്കെ ഇവിടെ ശ്രമങ്ങളുണ്ട്. കൊച്ചി രാജാവിനെ എന്തുകൊണ്ട് നമ്മൾ സ്മരിക്കുന്നില്ല? എല്ലാം ആരും വന്ന് ചോദിച്ചാലും നമുക്ക് സ്ഥലം കൊടുത്തിട്ടുള്ള ഒരു രാജാവ് എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടുള്ള. ഇപ്പൊ ജൂതന്മാർ വന്ന് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനടുത്ത് തന്നെ സ്ഥലം കൊടുത്തത്, അതാണ് ജൂതന്മാർക്ക് പറഞ്ഞത്. മുസ്ലിങ്ങൾ വന്ന് അവർക്ക് കൊടുത്തു, സ്ഥലം കൊടുത്തു. ഇത് ഈ കച്ചിക്കാരൊക്കെ കൊടുക്കുന്ന കുറെ സ്ഥലങ്ങളൊക്കെ അവർ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അത് ഒരു ട്രസ്റ്റാക്കി. പിന്നെ പുറകിലുള്ള തലമുറൊക്കെ വിട്ടു വെച്ചിട്ടിരുന്നു. അങ്ങനെ വിട്ടു ആക്കാൻ പോയത് നമ്മുടെ ആലീസ സ്കൂൾ. അതൊരു നാട്ടുകാർ കൂടി കല്ലതാക്കി. ഇങ്ങനെ അതുപോലെ ഈ കൊമ്പനികൾക്ക് ചേരായ സ്ഥലം കൊടുത്തപ്പോൾ ചെറുതായി ആ സ്ഥലം അവർക്ക് കൊടുത്ത് സമരത്തിനായിട്ട് നമ്മളിപ്പോ എപ്പോഴും മിനി ഇന്ത്യ, മിനി വേണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇതേപോലത്തെ കൊച്ചിയിൽ പോലെ തന്നെ എല്ലാ വിഭാഗങ്ങളും ബോംബെയിലുണ്ട്, ഇതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവിടെ മിനി ഇന്ത്യ പറയുന്നില്ല? കാരണം ഇവിടെ ഏതൊക്കെ വിഭാഗമുണ്ടോ ആ വിഭാഗത്തിനെല്ലാം ആരാധനാലയമുണ്ട്, സെറ്റിൽമെന്റുകളുണ്ട്. ലോകത്ത് വേറെ ഇടത്തും ഇങ്ങനെ സ്ഥലം കാണില്ല. ഇപ്പൊ കൊങ്ങണികളാണെങ്കിൽ തന്നെ അവരൊക്കെ പിന്നെ മൂപ്പന്മാര്, അബ്രാഹ്മണര്, GSB, വൈശ്യര്, ഇവർക്ക് എല്ലാവർക്കും ആരാധനയുണ്ട്. ലോണാറ് അവർക്ക് എല്ലാവർക്കും ഉണ്ട് ആരാധന. മാത്രമല്ല തുളു ദേവാലയങ്ങളുണ്ട്, മഹാജനവാടിയിൽ തുളു അതുകൊണ്ട് മാത്രമുള്ളൂ. ആകെ 4 കുടുംബമുള്ളൂ. പക്ഷെ ഇപ്പോഴും അതാരാ നമ്മുടെ സഗ്രാസേട്ടിന്റെ അമ്മാച്ചന്റെ ട്രസ്റ്റായിരുന്നു. അവരിപ്പോ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. അതുകൊണ്ട് അതിപ്പോഴാണ് പോകുന്നു. പക്ഷെ അവിടെ കഞ്ചാവച്ചവരൊക്കെ അവരുണ്ട്, അവരൊക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് പലരോടൊക്കെ സോന നടക്കുമ്പോൾ സോന രാജാവിനോട് കേട്ടിരുന്നു. സോനമായ കാഴ്ചപ്പാട് ഈ കൊച്ചി രാജാവിന്റെ ഈ ഹൃദയശുദ്ധി, ഈ വിശാലത, അത് നമുക്ക് ഒന്ന് തെളിച്ച് കാട്ടുന്നുണ്ട്. അടുത്തോളം നമുക്ക് തന്നെ കൊച്ചി കാർണിവൽ പോലെ തന്നെ മട്ടാഞ്ചേരി കാർണിവൽ, ആ കാർണിവലിൽ ശരിക്കും ബൂസ്റ്റ് ചെയ്യേണ്ടത് കൊച്ചി മഹാരാജാവിനെ പോലുള്ള ആ തറവാടുകൾ എന്തെല്ലാം സംഭാവനകൾ കൊച്ചി മഹാരാജാവ് അവരെ ഒരു കാര്യങ്ങളും കണ്ടപ്പെടുത്താൻ പറ്റില്ല. അരിട്ട് വായിച്ച് പോകുന്നേക്കാം. അവർ ഭരണം കൈമാറുന്നത് സ്ഥലമാണ്. രാജാവിന്റെ രാജകുമാരനെ ഇരുത്തി തൊട്ടിരുന്ന് വെള്ളം കൊണ്ടുവന്ന് ആദ്യം മുമ്പിലുള്ള ക്ഷേത്രത്തിൽ കൊണ്ട് പള്ളിയിലെ ക്ഷേത്രത്തിൽ കൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച് ഇവിടെ പ്രത്യേക തട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു.
അവിടെ ഇരുത്തി കുളിപ്പിക്കാനുള്ള പാള അതൊരു പടം. ആ സ്ഥലം പോലും നശിച്ചു പോകുന്നത് സംരക്ഷിക്കാൻ നടപടിയില്ല. അപ്പൊ അത് വളരെ ഒരു പ്രത്യേക ഒരു കണ്ണ് മട്ടാഞ്ചേരിയോടുള്ള ഒരു അപകടമാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഈ മഹാത്മാഗാന്ധി ആദ്യമായിട്ട് വന്നത് 1922 മട്ടാഞ്ചേരി ഗുജറാത്ത് സ്കൂളിലാണ്. അന്ന് അവിടെ അദ്ദേഹം താമസിച്ചു, അദ്ദേഹയുടെ വീട്ടിൽ താമസിച്ചു, ഗുജറാത്തിയുടെ വീട്ടിൽ. പിന്നെ വരുന്ന 1934. 1934 ഇവിടെ വന്നപ്പോഴാണ് പൊട്ടിച്ചു പോയത്. കാരണം ആദ്യമായി ബ്രിട്ടീഷ് ഭരിക്കുന്നത് ബ്രിട്ടീഷ് സർക്കാർ രാജാക്കന്മാരാണ്. അനുമതി കൊടുത്തില്ല. 1934 പക്ഷെ ഇപ്പൊ എന്താ 100ാം വാർഷിക ആവശ്യം മട്ടാഞ്ചേരി ഔട്ട് പൊട്ടിച്ചേക്ക്. അപ്പൊ അതുപോലെ ഈ സോഹനപ്പോലുള്ള ചരിക്കാനിട്ട് ഈ ഇതിനൊക്കെ ഒരു ചരിത്രം ഗതമാക്കി വിടപ്പെടും. എല്ലാ ചരിത്രം എങ്ങനെ വന്നാലും സോഹന്റെ ദേഹത്തോട് എവിടെ വന്നാലും അങ്ങനെ തന്നെ വന്നു. എങ്ങനെ നാലുകളിൽ ഇങ്ങനെ തന്നെ അവസാനം ഇവരെ പോലുള്ള ഈ നമ്മുടെ ഈ ചരിത്രം തന്നെ ഉണ്ടെങ്കിലും ഈ മഹാത്മാഗാന്ധിയുടെ ചരിത്രം പോലും കൊച്ചി വന്ന ചരിത്രം പോലും മട്ടാഞ്ചേരി വന്ന ചരിത്രം പോലും ഇല്ലാണ്ടായി കഴിഞ്ഞു. പകരം പൊട്ടിച്ചു പിടിപ്പിച്ച് വലിയ പരിപാടി നടത്തി. കളക്ടർ വന്ന് അവർ സ്വാധീനമുണ്ടല്ലോ, പഴയ മേയറല്ലേ. നമ്മൾ മട്ടാഞ്ചേരിക്ക് നോക്കിക്കണം. പിന്നെ ഞങ്ങളാണ് ഒരു പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ മഹാത്മാഗാന്ധി താമസിച്ച സ്ഥലത്ത് അതൊക്കെ സംരക്ഷിക്കണം. ആ ആശാന്റെ ഗവൺമെന്റ് സമ്മതിക്കണം. അത് ഇന്നും അത് തകർക്കാണ്ട് മഹാത്മാഗാന്ധി സംരക്ഷിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യഥാർത്ഥ ചരിത്രം സംരക്ഷിക്കാനുള്ള സൂക്ഷിക്കാനുള്ള ഒരു നടപടി നമ്മൾ എല്ലാവരും ഉണ്ടാവണം. കാരണം ചരിത്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് കിടക്കുന്നത് ഇവിടെയാണ്. അവിടെ 3 ദേശീയ ശക്തികളൊന്നും അവരെ കൊച്ചി പിടിച്ചു കിടക്കി അവരുടേതായ ഭരണം കൊള്ളഭരണം നടത്തി. കുറച്ച് സ്ഥാപനങ്ങളും മോണുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി ഇല്ലാന്ന് പറഞ്ഞില്ല. സമ്മതിക്കണം. ഒരു സംസ്കാരം നമുക്ക് തന്നിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ മാനിക്കുന്നുണ്ടില്ല. പക്ഷേ കൊട്ടുവച്ചിക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം നമ്മുടെ മട്ടാഞ്ചേരിക്ക് കൊടുക്കണം. അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ ഉള്ള ഒരു പ്രഥമ വേദിയായി മാറണം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. സൂചിപ്പിച്ച വ്യക്തി നിരന്തരം ലഭിച്ചതിൻ്റെ പേരിലാണ്. ഗ്രാമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പരാമർശിക്കുന്നത്. MG ബെന്നി 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു യോഗത്തിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയതിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ വാസ്കോ ഡ ഗാമ ചെയ്തു വെച്ചിട്ടുള്ള അതിക്രമങ്ങൾ പലരും ഇപ്പോഴും നോക്കുകയാണ്. എനിക്ക് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. എന്തായാലും ഇവിടെ നമസ്കരിക്കപ്പെട്ട വ്യക്തി സുലൈഖ ഹുസൈൻ അതൊക്കെ പറയുമ്പോൾ തീർച്ചയായും നമുക്ക് വളരെ അധികം കാര്യങ്ങൾ അറിയാനുള്ള ഒരു പ്രത്യേക അവരുകൂടി പെട്ടിട്ടുണ്ടല്ലോ എന്ന് അറിയുന്ന അത്ഭുതപ്പെടുകയാണ്. അതെല്ലാം നമ്മുടെ സജീവിൻ്റെ പ്രശ്നങ്ങൾ വഴിത്തിരിവായിരിക്കണം. പ്രത്യേകം നന്ദിയുണ്ട്. വിശദമായിട്ട് പല മേഖലയിലൂടെയും കലാം കടന്നുപോയി, യൂസ്ഫി കടന്നുപോയി, മട്ടാഞ്ചേരി കടന്നുപോയി, ശക്തമായി സലീമ കടന്നുപോയി, എല്ലാവരും കടന്നുപോയി. ഞാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും പറയാം. ഒന്ന്, കലാമ പറഞ്ഞ ശക്തൻ തമ്പുരാന്റെ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞു. പോർച്ചുഗീസുകാർ ഗോവയിൽ നിന്ന് അടിച്ചോടിച്ച് കൊങ്ങിണികളിവിടെ വന്നു, അവരെ സ്വീകരിച്ച് അവരുടെ സ്ഥലങ്ങൾ കൊടുത്ത് കച്ചവടത്തിനുള്ള സൗകര്യവും കപ്പം പിരിക്കാനായിട്ടുള്ള സൗകര്യവും കൊടുത്ത് ശക്തൻ തമ്പുരാൻ. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഈ പറഞ്ഞ കിണിയുടെ തല കണിയായിട്ട് കിണി കൊടുക്കാൻ ഏറ്റിരുന്ന ആ കപ്പം എത്തിക്കാൻ താമസിച്ചത് കൊണ്ട്
ശക്തൻ തമ്പുരാൻ പറഞ്ഞു എനിക്ക് കണിയായിട്ട് കിണിയുടെ തല കിട്ടണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ കിണിയുടെ തല കണിയായ താലത്തിൽ വെച്ച് ചുവപ്പ് പട്ടിലിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. അതിനുശേഷം കൊങ്ങിണികളുടെ ഈ മറ്റേ അമ്പലം TD അമ്പലം കൊള്ളയടിച്ചൊരു ചരിത്രം അതിനോടൊപ്പമുണ്ട്. വിശദമായിട്ട് അതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകണം. കടന്നു പോകുമ്പോൾ ആ കൊള്ളയടിച്ചൊരു ചരിത്രമൊക്കെ ഉണ്ട്. കൊട്ടാരക്കാർ കൊള്ളയടിച്ചതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഇവിടുന്ന് ഇതെല്ലാം കൊണ്ട് ഓടി വിടണം. വിഗ്രഹം കൊണ്ട് ഓടി, കരിമ്പുള ദേവസ്വത്തിൻ്റെ വിഗ്രഹം കൊണ്ട് ഓടി അവസാനം ആലപ്പുഴയിൽ പോയി അവർ താമസം ഉറപ്പിച്ചു. അവിടെ ഒരു അമ്പലമൊക്കെ സ്ഥാപിച്ചു. അവിടെ ഉണ്ട് ഇതുപോലെ തന്നെ ഒരു TD അമ്പലം. അങ്ങനെ അവര് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശക്തൻ തമ്പുരാന് ചിക്കൻ ബോക്സ് അടിച്ചത്. അന്ന് ഈ ചിക്കൻ ബോക്സ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. വേണ്ടത്ര രീതിയിലുള്ള ഇന്നത്തെ പോലെയുള്ള മരുന്നൊന്നും കണ്ടുപിടിക്കാത്ത ഒരു കാലത്തായിരുന്നു. അങ്ങനെ ഇദ്ദേഹം മറ്റേ ഇത് നോക്കുമല്ലോ, അങ്ങനെ ഇയാൾ വന്നിട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് ദൈവകോപമാണ്, മറ്റേ തിരുമല ദേവസ്ഥത്തില അതിന്റെ കോപമാണെന്ന് പറഞ്ഞിട്ട് അവസാനം ആളെ വിട്ട് വിളിപ്പിക്കുകയും ചെയ്തത്. ഇവർ ആ വിഗ്രഹമായിട്ട് വന്ന് ഇവിടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാമതാണ് ഈ ചെറുളായ അമ്പലത്തിൻ്റെ അവിടെ വന്ന് സ്ഥാപിക്കുന്നത്. അപ്പൊ ആ സ്ഥാപിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പോരാൻ പോയപ്പോൾ അവിടുത്തെ കൊങ്ങിണികൾ എന്ത് ചെയ്തു, ഈ വിഗ്രഹം കൊടുക്കൂല എന്ന് പറഞ്ഞു. അവരവിടെ പിടിച്ചു വെച്ചു. അങ്ങനെ രാത്രി പാതിരാത്രിയുടെ സമയത്ത് നട്ടോട്ട് വന്ന വിഗ്രഹമാണ് ഇപ്പൊ ചെറുളായ അമ്പലത്തിൽ വിഗ്രഹം. അപ്പൊ ഈ വിഗ്രഹത്തിനെ കുറിച്ച് കൊങ്ങിണികളുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കുരുത്തക്കേട് കൂടിയ ഈ നമ്മൾ പറയില്ല ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ദേവനാണ്. അതുകൊണ്ടാണ് കൊല്ലത്തിൽ ഒരു വർഷത്തിൽ ഇതിനെ എടുത്തിട്ട് മറ്റേ അമ്പലത്തിൽ നിന്ന് മാറ്റിയിട്ട് പുറത്ത് കുളമണ്ഡപത്തിൽ വെക്കും. ഈ കുളമണ്ഡപത്തിൽ വെച്ചിട്ട് പിന്നെ അവിടെ പൂജയൊക്കെ നടത്തിയിട്ട് വീണ്ടും അല്ലെങ്കിൽ ഇവനോടത്ത് ചാടിപ്പോകുന്നതാണ്. ആ ചാടിപ്പോയതാണ് അങ്ങനെ പോകേണ്ടി വന്നെങ്കിൽ ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറയും, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള. അപ്പൊ അങ്ങനെ ഒരു ചരിത്രമുണ്ട്. പിന്നെ സലീം പറഞ്ഞ് ഗാന്ധിജി വന്ന് താമസിച്ച മുൾരാജ് ഭായിയുടെ വീടാണ്. പിന്നെ നമുക്കറിയാം എല്ലാം ലോകത്തിലുള്ള എല്ലാ മേഖലയിലുള്ള എല്ലാ തരത്തിലുള്ള എല്ലാ മതവിശ്വാസത്തിലുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. ഇന്ത്യയിലുള്ള വിവിധ തരത്തിലുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ലോകത്തിന്റെ എല്ലാ പരിച്ഛേദങ്ങളും ഇവിടെ കാണാം. സലീം പറഞ്ഞ് ആരാധനാലയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. വൈജ്ഞാനിക മേഖലയിൽ എന്തൊക്കെ സംഭാവന നൽകിയെന്ന് വെച്ചാൽ ഈ 4.5 കിലോമീറ്റർ ചുറ്റളവിൽ ധാരാളം സ്കൂളുകൾ പല മതവിഭാഗത്തിന്റെ, അതായത് എല്ലാവരും ന്യൂനപക്ഷങ്ങളാണ്. ഗുജറാത്തികളുടെ ന്യൂനപക്ഷങ്ങളാണ്, മഹാജന ആൾക്കാർ ന്യൂനപക്ഷമാണ്. അവരുടേതായിട്ടുള്ള ഇതിനു വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഇവിടെ കൊച്ചങ്ങാടിയിലോ മറ്റോ അരിയ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു LP സ്കൂൾ വരെ നടന്നിട്ടുണ്ട്. പിന്നെ MAS സ്കൂള്, അങ്ങനെ പിന്നെ ഹാജിസ സ്കൂള്, പിന്നെ മുജാഹിദ് സ്കൂള്, അങ്ങനെ പല ക്രിസ്ത്യാനികൾക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ പള്ളികളോടൊപ്പം ഒരു പള്ളിക്കൂടം നിർബന്ധമായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കൊച്ചി. പിന്നെ കൊച്ചിയിൽ ആരാ പ്രഗത്ഭരല്ലാത്തതെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നാണ് മിക്കവാറും പ്രതിഭകളെയൊക്കെ ഉണ്ടാക്കി വിട്ടിട്ടുള്ളത്. ഇപ്പം യേശുദാസിനെ ആണെങ്കിലും മഹബൂബിനെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്പോർട്സിൽ ഇതര റൂഫസ് അങ്കിൾ ചരിത്രങ്ങൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്പോർട്സ് തലത്തിൽ ഇന്റർനാഷണൽ ലെവലിലൊക്കെ പേര് കേട്ടിട്ടുള്ള ഒരാളാണ് റൂഫസ്. ഇപ്പം എത്ര വയസ്സായി? 80-90 വയസ്സായി. ഇപ്പോഴും കുട്ടികൾക്ക് ഫുട്ബോള് കളി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ മേഖലയിലും സാംസ്കാരിക മേഖലയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എഴുത്തുകാർ, ധാരാളം എഴുത്തുകാർ. ഇപ്പം ലത്തീഫയുടെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിടും ലത്തീഫ് ഖാന്റെ കഥകൾ. അതായത് ദൈവത്തിന്റെ നാട്ടിലേക്ക് ഒരു നടപ്പത്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. ഭയങ്കര രസകരമായിട്ടുള്ള കുറെ കഥകളൊക്കെ ഉണ്ട്. ഗർഭിണിയായ മറ്റേ എന്താണ് മച്ചി പശുവിൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നു. ആ പുസ്തകം നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ആ മച്ചി പശുവിനെ ചവിട്ടിക്കാൻ കൊണ്ടുപോയി. ഇവിടെ അമ്പലങ്ങളുണ്ട്, അമ്പലങ്ങളിൽ അമ്പലക്കാളകളുണ്ട്. അതിനെയാണ് ഇതിനെ ചവിട്ടിക്കാൻ കൊണ്ടുപോയിട്ട് അതിനെയാണ് ഗർഭം ധരിപ്പിക്കണം. അങ്ങനെയാണ് ഈ പശുക്കൾ വീട്ടുകാർ അങ്ങനെയാണ് ഇതിന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടൊക്കെയാണ് അന്നത്തെ ആൾക്കാർ
ജീവിച്ചിരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു മച്ചി പശുവിനെ കുറേ നാളായി ഒരാൾ വളർത്തുന്നത് ഗർഭം ധരിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇതിനെ ഇറച്ചിക്ക് വെട്ടാൻ കൊടുത്ത്, ഇത് മച്ചി പശുവാണ്. അങ്ങനെ ഇയാൾ വെട്ടാൻ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഇങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോയി ഒന്ന് ചവിട്ടിക്കാൻ നോക്കുന്നത്. അങ്ങനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകണേ, അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ചവിട്ടിക്കാനായിട്ട് പൈസയൊക്കെ കൊടുക്കണം. അമ്പലത്തിൽ പൈസയൊക്കെ കൊടുത്ത് ചവിട്ടിക്കാനായിട്ട് അതിൻ്റെ ഒരു ഇതെല്ലാം ഉണ്ട്, കളമുണ്ട്, അതിനകത്തൊക്കെ കയറ്റി നിർത്തി ഇതിനെ കെട്ടി നിർത്തി. അപ്പം കാള ഇങ്ങനെ വന്നു, കാള ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് തിരിച്ചുപോയി. അപ്പൊ ചവിട്ടിക്കുന്ന ആൾ പറഞ്ഞിട്ട് ഗർഭിണിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞേ ഇത് എത്ര കൊല്ലമായി കൊണ്ട് നടക്കുന്നത്, ഗർഭിണിയൊന്നുമല്ല, അത് വെട്ടാൻ കൊടുക്കുന്നിടത്ത് നിന്ന് ഇനി ഗർഭം ധരിച്ചില്ലെങ്കിൽ ഇനി വെട്ടാൻ കൊടുക്കൽ തന്നെയാണ്. അപ്പൊ അയാൾ പറഞ്ഞു വേറൊരു കാളയും നോക്കാന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്രഷായിട്ടൊരു കാളയും കൂടെ, അവനും ചവിട്ടുന്നില്ല. അപ്പോഴാണ് ഇയാൾ പറഞ്ഞത് ഗർഭിണിയാണ്, ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉറപ്പിച്ചങ്ങനെ തിരിച്ചു വരുന്നതാണ്. അപ്പോഴാണ് ഇയാൾ വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ പത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരു എന്താണ് ഗർഭിണിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി, മൃഗീയമായി കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ വായിക്കുന്നത്. അപ്പോഴാണ് ഇയാൾ പറയുന്നത് മൃഗീയമായി അങ്ങനെ മൃഗം അത് ചെയ്യൂലല്ലോ, ഇപ്പം ഞാൻ കണ്ടതാണല്ലോ. കാരണം ഗർഭം ധരിച്ച ഇതിനെ അവൻ വീണ്ടും പീഡിപ്പിക്കുന്നത്, അപ്പം മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകളൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്ന ഒരു മണ്ണാണ്. ഇതിനകത്ത് ജീവിക്കാൻ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലൊക്കെ ജീവിക്കാൻ കഴിഞ്ഞു. ഒരു മട്ടാഞ്ചേരിക്കാരനാണ് അല്ലെങ്കിൽ കൊച്ചിക്കാരനാണെന്ന് അഭിമാനത്തോടുകൂടെ നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു നാടാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട, ഞാനിപ്പം ഈ ചർച്ച കൂടുതൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അനുബന്ധമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് നമ്മൾ വളർത്തിയെടുത്തൊരു ഏറ്റവും ഈ വൈജ്ഞാനിക രംഗത്ത് വളർത്തിയെടുത്തൊരു വ്യക്തിത്വമാണ് GS അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞ് കേട്ടില്ല. കാരണം എനിക്ക് ഒരുപാട് നാൾ അദ്ദേഹമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. കാരണം ഞങ്ങളൊരു പ്രസ് ഉണ്ടായിരുന്നു, ഫസൽ പ്രസ് എന്ന് പറഞ്ഞു. അവിടെയാണ് യുവകേരളം പത്രം പ്രസിദ്ധീകരിച്ചത്. അവിടെ പുള്ളി എഴുത്തുകാരനായിട്ട് വരികയും നമ്മുടെ വീട്ടിൽ ഭക്ഷണവും അവിടെ താമസമായിട്ട് കഴിയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ നോക്കി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അന്ന് അവിടെ ഇദ്ദേഹത്തിനൊപ്പം സാഹിത്യരന്മാരെ വൈക്കമും ബഷീർ, ചുമ്മാലഴിക്കൂടൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പം അന്ന് അത്രയും സമ്പന്നമായിരുന്നു ആ ഫസൽ പ്രസും സംഭവം. CTP യൂണിയനൊക്കെ രാഘവൻ വക്കീൽ അവിടെ വെച്ചാണ് രൂപീകരിക്കുന്നത്. കൂടാതെ ഒരുപാട് കലാകാരന്മാരും ഒക്കെ അന്ന് വീട് ഒരു പുരാതന തറവായിട്ടുള്ള ഒരു ബാക്കി പത്രമാണ് ഞാൻ. അതിന് മുകളിൽ കവാലിയും ഡാൻസും ഇതും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പറവൂർ ഭരതൻ, അന്നൊന്നും വലിയ താരമായിട്ടില്ല, ശങ്കരാരി തുടങ്ങിയവരൊക്കെ അവിടെ വരാറുണ്ടായി. പിന്നെ മെഹബൂബ് ഭായി അവിടുത്തെ എൻ്റെ ഒരു ചേട്ടനെ പോലെ കരുതുന്ന റംസാ സാഹിബിൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. പുള്ളി മരണപ്പെട്ടു പോയി. അപ്പം അദ്ദേഹം ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും മെഹബൂബായിട്ട് വരാറുണ്ട്. അങ്ങനെ കുറേ വിഭവങ്ങളുണ്ട്, കുറേ കലാകാരന്മാരായിട്ടും. എൻ്റെ വാപ്പാടെ സ്വദേശമാണ് ഫോർട്ട് കൊച്ചി. എൻ്റെ കൊല്ലമായിട്ട് എനിക്ക് വളരെ ബന്ധം കൂടുതലുണ്ട്. കാരണം എൻ്റെ അമ്മയുടെ ഒരു ഉമ്മയുടെ വീട് കൊണ്ടുവന്നു. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കോട്ടപ്പള്ളി പാലം, അരൂർ പാലമൊക്കെ വരുന്നതിന് മുമ്പ് ആണ് എൻ്റെ അമ്മയുടെ വിവാഹം കഴിയുന്നത്. അന്ന് ബോട്ട് സർവീസാണ് കൊല്ലത്തുനിന്ന് കൊച്ചിയിൽ. ഇവിടെ മട്ടാഞ്ചേരിയിലെ ഉണ്ട് ബോട്ട് സർവീസ്, കൊച്ചി കുട്ടനാട് വഴി. അതിലാണ് അവർ 2 ദിവസം എടുക്കും ഇവിടെ നിന്ന് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആളുകളൊക്കെ ഇവിടെ എത്താൻ വേണ്ടി. അങ്ങനൊരു കാലഘട്ടമൊക്കെ അമ്മ പറഞ്ഞുള്ള അറിവുകളുണ്ട് എനിക്ക്. അങ്ങനെ പല സാഹിത്യകാരന്മാരുമായിട്ട് നമ്മുടെ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങൾ പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ സിനിമ, ഈ വൈജ്ഞാനികത്തിൽ കൊച്ചിയുടെ സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഈ മണവാളൻ ജോസഫൊക്കെ ചെണ്ടപ്പാലത്തിൽ ബാർബർ ഷാപ്പായിരുന്നു. അപ്പം അന്ന് എൻ്റെ ഫാദർ മുടിവെട്ടണ അവിടെയായിരുന്നു. അവിടെ അന്ന് ഇവരൊക്കെ വരും വൈകിട്ട്, ഗോവിന്ദൻകുട്ടി, അർജുനൻ മാസ്റ്റർ, ഇങ്ങനൊരു ഗ്യാങ് അവിടെ അന്ന് വൈകിട്ട് കൂടാറുണ്ട് ഈ ചെണ്ടപ്പാലത്തിൽ.
പിന്നീട് അവരൊക്കെ പല വഴിക്കൊക്കെ പോവുകയും പിടിക്കുകയും ചെയ്തു. പിന്നെ യേശുദാസിന്റെ വീടായിട്ട് എൻ്റെ ഇളയ അനിയൻ ജസ്റ്റിൻ എൻ്റെ കൂടെ പഠിച്ചതാണ്. പുള്ളി ആത്മഹത്യ ചെയ്ത് ഈ 2 കൊല്ലം മുമ്പ് ഇവിടെ ഗോശ്രീ പാലത്തിൽ ഇളയ അനിയനെ യേശുദാസിന്റെ. അപ്പൊ ആ കുടുംബമായിട്ടും നല്ല അടുത്ത ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഇവിടെ എനിക്ക് തോന്നുന്നത് പത്മശ്രീ അവാർഡ് കിട്ടിയ നമ്മുടെ അതും വിട്ടുപോയി. ഇവിടെ പല ചരിത്രം പറഞ്ഞു കൂട്ടത്തിൽ ഈ പുരുഷോത്തമം അതല്ല കൊച്ചി പത്മശ്രീ അവാർഡ് വരെ നമ്മുടെ പശ്ചിമ കൊച്ചിയിൽ കിട്ടിയിട്ടുണ്ട്. അതൊന്നും ആരും ഹൈലൈറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൂ. പശ്ചിമ കൊച്ചി എന്ന് പറഞ്ഞാൽ സമ്പന്നമായ ഒരു പ്രദേശമാണ്. കലാകാരന്മാരുടെ സാഹിത്യകാരന്മാരുടെ പ്രത്യേകിച്ച് ഇക്ബാൽ, ലത്തീഫ് ഖാൻ, KP ഖാലിദ് കേട്ടൊക്കെ വളരെ ഒരു 2-3 കൊല്ലം ഫോർട്ട് കൊച്ചി നെഹ്റു പാർക്കിൽ ഇരുന്ന് എന്നും വൈകുന്നേരം സംസാരിക്കാൻ പറ്റും. വൈകിട്ട് റേഡിയോ ആണ്, റേഡിയോ ഓപ്പറേറ്റർ വരുന്ന റേഡിയോ. അന്ന് തെരഞ്ഞെടുപ്പ് വാർത്തകളൊക്കെ വോട്ടൊക്കെ കേൾക്കാൻ വേണ്ടി പാർക്കിലാണ് ആളുകൾ കൂടുന്നത്. ഫോർട്ട് കൊച്ചി ഇപ്പോഴത്തെ നെഹ്റു പാർക്ക് റേഡിയോ വരുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ വൈകുന്നേരം ഒരാൾ വരും 4 മണിക്ക് ഇല്ലേ? ഓർമ്മ ഉണ്ടാവും. അപ്പൊ അന്ന് കാലത്ത് ഗേറ്റ് വരെ ഇങ്ങനെ അന്ന് മധ്യപ്രദേശിലായിരുന്നു പുള്ളി താമസം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുള്ളൂ. കാരണം അവിടുത്തെ റായ്പൂർ പശ്ചാത്തലത്തിലാണ് കഥകളൊക്കെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഞാനുമായിട്ട് കൊല്ലം ഒരു കണക്ഷൻ ഉണ്ട്. പുള്ളിയുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ മുഴുവൻ കൊല്ലം SK നായരുടെ മലയാളമാണ്. SK നായരുടെ പ്രസിദ്ധീകരണം കേരള ശബ്ദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അതിലൊക്കെ കാലത്തൊക്കെ എഴുതുന്നത് സ്ഥിരമായിട്ട് എഴുതിയിരുന്ന. അപ്പൊ ഇടയ്ക്ക് കൊല്ലത്തൊക്കെ പോകുമ്പോഴത്തേക്കും കാലത്തൊക്കെ എൻ്റെ അടുത്ത് താമസ സൗകര്യം ഒക്കെ ചോദിക്കാറുണ്ട്. കുറെ പേരെ ബന്ധുണ്ട്. ചെറിയ നുറുങ്ങുകൾ മാത്രം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പലരും പറഞ്ഞ കൂട്ടത്തിൽ നമ്മള് ഈ സെയ്ദ് ഗുൽ മുഹമ്മദ് ബാവ നമ്മൾ വിട്ടുപോയൊരു പേരാണ്. കാരണം മലയാളത്തിൽ ആദ്യമായി പാടി ഗ്രാമഫോൺ റെക്കോർഡ് ചെയ്ത വ്യക്തിയാണ് പുള്ളി, കൊച്ചിക്കാരൻ. ഈ ഗുൽ മുഹമ്മദ് ബാവയെ നമ്മള് ബന്ധമൊക്കെ ഉണ്ടാവും പലർക്കും. അപ്പൊ പുള്ളി ഒരിക്കലും നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ്. ആദ്യമായി മലയാളത്തിൽ ഗ്രാമഫോൺ, അത് തിരുച്ചിറപ്പള്ളിയിൽ പോയിട്ടാണ് പുള്ളിയെ റെക്കോർഡ് ചെയ്തത്. ആദ്യമായി മലയാളത്തിൽ പാടിയ വ്യക്തിയാണ് പുള്ളി. പുള്ളിയുടെ വൈഫ് സാറാ ഗുൽ മുഹമ്മദ് അല്ല, അവരും ഈ ഗ്രാമഫോൺ റെക്കോർഡ് പാടിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഇവർ രണ്ടുപേരും പേരും നമ്മൾ ഈ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത 2 പേരാണ്. അതുകൊണ്ട് ജൂതന്മാരുടെ ബിസിനസിന്റെ കാര്യത്തിലും മറ്റ് നമ്മുടെ സാംസ്കാരിക രംഗത്തും ബിസിനസ് രംഗത്തും ഒക്കെ നിർത്തുന്ന എസ്കോർട്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് വിട്ടുപോകാൻ പറ്റാത്ത ഒരു പേരാണ് എസ്കോർട്ടിന്റെ പേര്. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്റേതായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് നിങ്ങളിൽ നിന്ന് പലതും പഠിക്കാൻ പറ്റി. കുറെ നേരം ഇവിടെ ചെലവഴിച്ചത് കാരണം കുറെ അറിവുകൾ സമ്പാദിച്ചു. കൂടുതലൊന്നും അധികം ഞാൻ മുമ്പ് വായിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ചരിത്രപരമായ എന്തെങ്കിലും കൂടി വായിച്ചാലേ ഇവിടെയുള്ള ഇങ്ങനെയുള്ള സദസ്സിൽ 2 വാക്ക് പറയാൻ പറ്റുള്ളൂ. അത് കാരണം ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു.